ഹലോ ഹലോ ഹരി അല്ല അവന്മാർ ലൈനിലുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാ. അല്ല ഇതിൻ്റെ അത് ഓഡിയോ ഉണ്ട്. ആണോ? വേദിക് മീ ശില്പ ശശിധരൻ. പണ്ടൊക്കെ ഒരു സെമിനാർ 1000 പേരെ കയറ്റണമെന്നുണ്ട് മിനിമം ഗ്രൂപ്പില്. എന്തൊക്കെയാ അല്ലേ? ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഓ ഇതുവരെ നമ്മുടെ ടീം പിള്ളേരാ കേട്ടോ. അകത്ത് മറ്റവരെ കേട്ടിട്ടില്ല. 7 മണിക്ക് പോകണം. നമ്മളുകൂടി നമ്മൾ തമ്മിലൊരു എന്താ പറയുന്നത്, അകൽച്ചയിലാണെങ്കിലും അന്തർധാര വളരെ സജീവമായി. പ്രഥമദൃഷ്ടിയ അകൽച്ചയിലാണെങ്കിലും അന്തർധാര വളരെ സജീവമാണ് എന്ന് പറഞ്ഞതുപോലെ. നാളെ ഉച്ച കഴിഞ്ഞ് അപ്പം മീറ്റ് ചെയ്യാം. നമുക്ക് 4 മണിക്ക് മീറ്റ് ചെയ്താൽ പോലെ. പിള്ളേർ മൊത്തം 5 മണിക്ക് വരാം. എല്ലാവരും തപ്പിട്ട് രാവിലെ വന്നില്ലേ? സ്റ്റാഫിനോടൊക്കെ വരാൻ പറയും. നാളെ ഇപ്പൊ ഒരു അഡീഷണൽ ന്യൂസ് കയറ്റുമെന്ന് പറഞ്ഞു. ഇന്നത്തെ ഇമ്പാക്ട് നാളെ ഉണ്ടാവും. ഇപ്പോഴേ കോള് മുഴുവൻ വന്നത് പിള്ളേർക്ക് പോകണ്ടെന്ന് പറഞ്ഞു. കോളുകൾ വന്നോണ്ടിരിക്കണം. രജിസ്ട്രേഷനും പിന്നെ രജിസ്ട്രേഷൻസ് ഉണ്ടാവും. സാധാരണ രാത്രികളിലേക്ക് കുറവാണ്.
എന്തുകൊണ്ട് വേദിക് IAS അക്കാദമി? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ IAS കോച്ചിംഗ് പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതരായ IAS ഉദ്യോഗസ്ഥരിൽ നിന്നും പഠിക്കാൻ അവസരം. ഈ ലേണിംഗിന് 2020 UN എക്സലൻസ് അവാർഡ്. ഈ നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സ്ഥാപനം. 568 കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലേക്കുള്ള മത്സര പരീക്ഷകൾക്ക് വേദിക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നു. UN സിവിൽ സർവീസ് കോച്ചിംഗ് വേദിക്കിൽ മാത്രം. എണ്ണമറ്റ സിവിൽ സർവീസ് റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ച ഇന്ത്യയിലെ ഏറ്റവും പരിചയസമ്പന്നരായ പരിശീലകർ. 2000 മോഡ്യൂളുകൾ, 2000 ഓൺലൈൻ ക്ലാസുകൾ, 2000 ആനിമേറ്റഡ് വീഡിയോകൾ, 2000 ഓഡിയോ ലെസൺസ്. സീനിയർ IAS IPS ഉദ്യോഗസ്ഥർ നയിക്കുന്ന 2000 ലൈവ് ഓൺലൈൻ സെഷനുകൾ. AI സഹായത്തോടെ രൂപകൽപ്പന ചെയ്ത വിഷ്വൽ ലേണിംഗ് മെറ്റീരിയൽ. ലൈവ് പിയർ ഗ്രൂപ്പ് ഡിസ്കഷനുകൾ. പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്ക് മുന്നോടിയായി 275 മോഡൽ എക്സാംസ്. ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്ന 275 സെഷനുകൾ. UPSC ഇന്റർവ്യൂ പാനലുകളിൽ ഉണ്ടായിരുന്ന അനുഭവ സമ്പന്നർ നയിക്കുന്ന 25 മോക്ക് ഇന്റർവ്യൂകൾ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമെട്രിക് കൗൺസിലിംഗ്, പിന്നെ പേഴ്സണൽ മെന്റോറിംഗ്. അക്കാദമിക് ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈൻ കോഴ്സിൽ PTA. വിപുലമായ ഓൺലൈൻ ഓഡിയോ വീഡിയോ ലൈബ്രറി. എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാം. ദേശീയ തലത്തിലെ വിദഗ്ധർ നയിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്. യുനെസ്കോയും ബ്രിട്ടീഷ് കൗൺസിലും നിർദ്ദേശിക്കുന്ന ഓൺലൈൻ പരിശീലന മാനദണ്ഡങ്ങൾ പിന്തുടരുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവ മെച്ചപ്പെടുത്തുവാൻ പ്രത്യേക പരിശീലനം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് പഠനത്തിനൊപ്പം സിവിൽ സർവീസ് പരിശീലനവും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള കോച്ചിംഗ് ഷെഡ്യൂൾ. സിവിൽ സർവീസ് പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികളുടെ മുഴുവൻ ഫീസും തിരികെ നൽകുന്നു. ഏറ്റവും മിതമായ ചെലവിൽ ഉയർന്ന നിലവാരത്തിലുള്ള IAS അക്കാദമി നൽകുന്നു സമാനതകളില്ലാത്ത സിവിൽ സർവീസ് പരിശീലനം. Welcome to the world of scholarships. Is it your dream to study anywhere around the world? Wouldn't your dream become a proud privilege if you could do it without a financial burden, rather a financial support, that too with your own merit? Yes, this is possible. For the first time in India, Vedhik Academy brings to you a chance to grab the national and international scholarships to study in the most premium international education institutions in India and abroad. For the first time in India, Vedhik Academy brings to you an opportunity to grab the vast number of national and international scholarships to study in the most premium international institutes and universities. We are the first academy that gives you solid awareness, guidance and support to grab this opportunity to receive a scholarship. Is your merit the only thing that's needed to get a scholarship? No, you need to have adequate skill sets. Vedhik Academy brings to you a course that provides this skill set and equip you to grab this opportunity. Scholarship is not just about money. It's a feeling of a privilege, a proud privilege, a feeling of a confidence, a feeling of self-sufficiency, self-dependency, and above everything, you get the best of an international exposure without giving its financial burden to your family. We are here to make this happen. Vedhik Academy is here with the national and international scholarship guidance program that caters to all students from high school and those who seek to pursue your education in undergraduation, post-graduation and research level studies. We are happy to welcome you to this program. Come and join us. Grab the exclusive opportunity to learn and listen to the topmost professionals
and well-known international faces from the educational industry across the globe. Grab the exclusive opportunity to learn and listen from the topmost professionals and well-known global personalities from various educational fields across the globe. Go get your dream. Become a celebrity and a hero in your society. Become a 100% standalone professional with an international exposure. We at Vedhik Academy equip you to get the best scholarship opportunity with the aim to create an efficient human resource pool for the development of the global community. This is for a noble cause. We throw open the doors towards affordable, accessible, quality and inclusive education. Let's all grow together. Help us to help you. Come and join National and International Scholarship Program by Vedhik Academy. നമസ്കാരം. കേരളത്തിലെ ഊർജ്ജസ്വലരായിട്ടുള്ള യുവതലമുറയുടെ സിവിൽ സർവീസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി വൺ സ്കൂൾ വൺ IAS എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖരുടെ പങ്കാളിത്തത്തോടെ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് വേദിക് എരുഡൈറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മിടുക്കന്മാരിൽ നിന്നും മിടുക്കികളിൽ നിന്നും പ്രതിഭാധനരായിട്ടുള്ള സിവിൽ സർവീസുകാരെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം. സിവിൽ സർവീസ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനോടൊപ്പം സമസ്ത മേഖലകളിലും പൊതുവിജ്ഞാനം നേടുന്നതിലൂടെ നല്ല ജോലികളിൽ എത്തിപ്പെടാനുള്ള നിരന്തര പരിശീലനം നേടുന്നതിനുള്ള വേദി കൂടി ഒരുങ്ങുകയാണ്. ഇതിൽ 10 കുട്ടികളെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ വേദിക് എരുഡൈറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയത്തിനായി ആശംസകളും നേരുന്നു. താങ്ക് യു. Welcome to International and National Scholarship Guidance Program launched by Vedhik Academy in association with Malayala Manorama. The program lets you aware of the huge number of scholarships around the world. The program caters to all students from high school to those who seek to pursue their graduation, post-graduation and research level studies. You would be able to study anywhere in this world, free of cost and with zero financial constraints. You get the best international exposure by getting a chance to learn in the topmost universities, that too under the best faculties through the scholarship. So what are you waiting for? Come join us. നമസ്കാരം. കേരളത്തിലെ ഊർജ്ജസ്വലരായിട്ടുള്ള യുവതലമുറയുടെ സിവിൽ സർവീസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി വൺ സ്കൂൾ വൺ IAS എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖരുടെ പങ്കാളിത്തത്തോടെ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് വേദിക് എരുഡൈറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മിടുക്കന്മാരിൽ നിന്നും മിടുക്കികളിൽ നിന്നും പ്രതിഭാധനരായിട്ടുള്ള സിവിൽ സർവീസുകാരെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം. സിവിൽ സർവീസ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനോടൊപ്പം സമസ്ത മേഖലകളിലും പൊതുവിജ്ഞാനം നേടുന്നതിലൂടെ നല്ല ജോലികളിൽ എത്തിപ്പെടാനുള്ള നിരന്തര പരിശീലനം നേടുന്നതിനുള്ള വേദി കൂടി ഒരുങ്ങുകയാണ്. ഇതിൽ 10 കുട്ടികളെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ വേദിക് എരുഡൈറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയത്തിനായി ആശംസകളും നേരുന്നു. താങ്ക് യു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ അക്കാഡമിയും മലയാളത്തിലെ മികച്ച ദിനപത്രവും നിങ്ങൾക്കായി കൈകോർക്കുന്നു. വേദിക് അക്കാഡമിയും മലയാള മനോരമയും ചേർന്ന് ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സ്കോളർഷിപ്പ് ഗൈഡൻസ് പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത് സ്കോളർഷിപ്പുകളുടെ ഒരു വലിയ നിരയാണ്. എന്തുകൊണ്ടാണ് സ്കോളർഷിപ്പ്? ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നിങ്ങൾക്ക് ₹1 പോലും ചെലവില്ലാതെ, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് തീരെയില്ലാതെ പഠിക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഒരു പുതിയ സംസ്കാരം, പുതിയ ഭാഷ, അങ്ങനെ അനേകം പുതിയ കാര്യങ്ങൾ. നിങ്ങൾ തയ്യാറാണോ? എന്തുകൊണ്ട് വേദിക് IAS അക്കാദമി? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ IAS കോച്ചിംഗ് പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതരായ IAS ഉദ്യോഗസ്ഥരിൽ നിന്നും പഠിക്കാൻ അവസരം. ഈ ലേണിംഗിന് 2020 UN എക്സലൻസ് അവാർഡ്. ഈ നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സ്ഥാപനം. 568 കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലേക്കുള്ള മത്സര പരീക്ഷകൾക്ക് വേദിക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നു. UN സിവിൽ സർവീസ് കോച്ചിംഗ് വേദിക്കിൽ മാത്രം. എണ്ണമറ്റ സിവിൽ സർവീസ് റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ച ഇന്ത്യയിലെ ഏറ്റവും പരിചയസമ്പന്നരായ പരിശീലകർ. 2000 മോഡ്യൂളുകൾ, 2000 ഓൺലൈൻ ക്ലാസുകൾ, 2000 ആനിമേറ്റഡ് വീഡിയോകൾ, 2000 ഓഡിയോ ലെസൺസ്. സീനിയർ IAS IPS ഉദ്യോഗസ്ഥർ നയിക്കുന്ന 2000 ലൈവ് ഓൺലൈൻ സെഷനുകൾ. AI സഹായത്തോടെ രൂപകൽപ്പന ചെയ്ത വിഷ്വൽ ലേണിംഗ് മെറ്റീരിയൽ. ലൈവ് പിയർ ഗ്രൂപ്പ് ഡിസ്കഷനുകൾ. പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്ക് മുന്നോടിയായി 275 മോഡൽ എക്സാംസ്. ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്ന 275 സെഷനുകൾ. UPSC ഇന്റർവ്യൂ പാനലുകളിൽ ഉണ്ടായിരുന്ന അനുഭവ സമ്പന്നർ നയിക്കുന്ന 25 മോക്ക് ഇന്റർവ്യൂകൾ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമെട്രിക് കൗൺസിലിംഗ്, പിന്നെ പേഴ്സണൽ മെന്റോറിംഗ്. അക്കാദമിക് ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈൻ കോഴ്സിൽ PTA. വിപുലമായ ഓൺലൈൻ ഓഡിയോ വീഡിയോ ലൈബ്രറി. എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാം. ദേശീയ തലത്തിലെ വിദഗ്ധർ നയിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്. യുനെസ്കോയും ബ്രിട്ടീഷ് കൗൺസിലും നിർദ്ദേശിക്കുന്ന ഓൺലൈൻ പരിശീലന മാനദണ്ഡങ്ങൾ പിന്തുടരുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവ മെച്ചപ്പെടുത്തുവാൻ പ്രത്യേക പരിശീലനം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് പഠനത്തിനൊപ്പം സിവിൽ സർവീസ് പരിശീലനവും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള കോച്ചിംഗ് ഷെഡ്യൂൾ. സിവിൽ സർവീസ് പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികളുടെ മുഴുവൻ ഫീസും തിരികെ നൽകുന്നു. ഏറ്റവും മിതമായ ചെലവിൽ ഉയർന്ന നിലവാരത്തിലുള്ള IAS പരിശീലനം. വേദിക് IAS അക്കാദമി നൽകുന്നു സമാനതകളില്ലാത്ത സിവിൽ സർവീസ് പരിശീലനം. Welcome to International and National Scholarship Guidance Program launched by Vedhik Academy in association with Malayala Manorama. The program lets you aware of the huge number of scholarships around the world. The program caters to all students from high school to those who seek to pursue their graduation, post-graduation and research level studies. You would be able to study anywhere in this world, free of cost and with zero financial constraints. You get the best international exposure by getting a chance to learn in the topmost universities, that too under the best faculties through this scholarship. So what are you waiting for? Come join us.
വേദിക് IAS അക്കാഡമിയിലേക്ക്, അതിൻ്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ IAS അക്കാഡമിയാണ് വേദിക് IAS അക്കാഡമി. UNOയിൽ നിന്ന് ഗ്ലോബൽ ലേണിംഗ് എക്സലൻസ് അവാർഡ് നേടിയ ഏക IAS അക്കാഡമിയാണ് വേദിക് IAS അക്കാഡമി. നമ്മുടെ രാജ്യത്തെ ചില കുട്ടികൾക്ക് അവരുടെ വീട്ടിലെ ധനസ്ഥിതി കാരണം നല്ല കോഴ്സുകളിൽ പോയി പഠിക്കാൻ പറ്റില്ല. വേറെ ചിലർക്ക് ഇങ്ങനെയൊക്കെ സ്കോളർഷിപ്പുകൾ ഉണ്ട് എന്നറിയാൻ പറ്റാത്തതുകൊണ്ട് മത്സരിക്കാൻ പറ്റാതെ ജീവിതത്തിൽ ചെറിയ നിരകളിലൊക്കെ ജോലി ചെയ്ത് അവരുടെ സർവീസ് കാലഘട്ടം അവസാനിക്കുകയാണ്. നമ്മുടെയൊക്കെ ആരാധ്യനായ മുൻ പ്രസിഡന്റ് KR നാരായണൻ അവർ, അദ്ദേഹം ഡിഗ്രിയെല്ലാം പാസ്സായി കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലർക്കായി ജോയിൻ ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. അദ്ദേഹത്തിൻ്റെ മെറിറ്റ് കണ്ട ടാറ്റ അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് കൊടുത്തു. അദ്ദേഹം അവിടെ പോയി പഠിച്ച് ഹറോൾഡ് ലാസ്കയുടെ ശിഷ്യനായി അവിടുന്ന് തിരിച്ചു വന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ കയറി അദ്ദേഹം സമാരാധ്യനായ ഇന്ത്യയുടെ പ്രസിഡൻ്റായി. ഈ സ്കോളർഷിപ്പ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ KR നാരായണൻ നിങ്ങളെയും എന്നെയും പോലെ ഒരു സാധാരണ നിലയിൽ ജീവിതം അവസാനിച്ചതിനെയാണ്. പക്ഷേ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് എവിടെയാണ് ഈ സ്കോളർഷിപ്പ് ഉള്ളത്, എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, ലോകത്തിലെ ഏതെല്ലാം യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് തരുന്നു, ഇതിനെപ്പറ്റി അറിയാൻ വയ്യ. 10ാം ക്ലാസ് കഴിയുമ്പോൾ മാസം 5000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള പരീക്ഷകളുണ്ട്. 12ാം ക്ലാസ് കഴിയുമ്പോൾ 7000 രൂപ സ്കോളർഷിപ്പ് കിട്ടാനുള്ള പരീക്ഷകളുണ്ട്. ഡിഗ്രിയും PhD ഒക്കെ എടുക്കാൻ ഒരു മാസം 30,000 രൂപ ഇങ്ങോട്ട് സ്കോളർഷിപ്പ് വാങ്ങിച്ചിട്ട് നമുക്ക് PhDക്ക് പഠിക്കാൻ പറ്റും. ഇതറിയാൻ പറ്റാതെ പോയാൽ ആ കുട്ടി എങ്ങും എത്തുകയില്ല. അതുകൊണ്ട് വേദിക് IAS അക്കാഡമി സ്കോളർഷിപ്പുകളെ പറ്റിയുള്ള വിവരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ വിവരങ്ങൾ ഈ കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ അവർക്ക് ആ സ്കോളർഷിപ്പിന് മത്സരിക്കാനും ഇവിടുന്ന് കേംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ ഹാർവാർഡിലോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലോ ഓസ്ട്രേലിയയിൽ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോയി പഠിക്കാനും വളരെ ഉയർന്ന ഡിഗ്രികൾ പാസ്സായി മാതാപിതാക്കൾക്ക് ഒരു ഭാരമാകാതെ സ്വന്തം മികവുകൊണ്ട് സ്കോളർഷിപ്പ് നേടി പഠിക്കാനും അതിലൂടെ ജീവിതത്തിൽ വളരെ ഉയർന്ന ഉയരങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലുള്ള കുട്ടികൾ, പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥിതി മോശമായ കുട്ടികൾക്ക് വേണ്ടി, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടി മാസങ്ങൾ കഷ്ടപ്പെട്ട് ആ വിവരങ്ങൾ ശേഖരിച്ച് വേദിക് IAS അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് സ്കോളർഷിപ്പിന് മത്സരിക്കണം. നിങ്ങൾ ആ സ്കോളർഷിപ്പ് നേടി പഠിച്ച് ജീവിതത്തിൻ്റെ വലിയ ഉയരങ്ങളിലെത്തി ഈ നാടിന് അഭിമാന ഭാജനങ്ങളാവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെൽക്കം ടു വേദിക് IAS അക്കാഡമി. Good evening to one and all present here. I thank each and everyone for being with us today. I feel extremely privileged and honored to welcome you all to today's session on International and National Scholarship Guidance Program. വിദേശത്തും ഇന്ത്യയിലും സ്കോളർഷിപ്പോടെ പഠിക്കാൻ അറിയേണ്ടതെല്ലാം, ഡിഗ്രി പഠനത്തിനായുള്ള അന്താരാഷ്ട്ര സ്കോളർഷിപ്പുകൾ. Through this session, the students will not only be more alert and aware about the opportunities that are awaiting them through the huge number of scholarships available across the globe, but also about how the program would help in their personal development. The session will help you understand how the program would improve communication skills and confidence as well. I ensure you all that you will thoroughly enjoy the session and will definitely take some learnings home today. Please kindly note down your doubts and queries so that you can write to us at the email ID and WhatsApp number that will be provided to you at the end of the session. സെഷനിൽ വരുന്ന സംശയങ്ങൾ ദയവായി കുറിച്ചു വെക്കുക. സെഷൻ കഴിയുമ്പോൾ നൽകുന്ന ഇമെയിൽ ഐഡിയിലും വാട്സ്ആപ്പ് നമ്പറിലും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. Vedhik Academy always stays with you to help you achieve your academic goals. It is a mark of our undying tradition to invoke the Almighty at the beginning of an important event. So let's start our session with a prayer. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ
Ladies and gentlemen, I would now like to invite the CEO of Vedhik Academy, Sri James Mattam, to welcome the gathering. Sir, please. Warm good evening to all of you. Malayala Manoramയും Vedhik Academyയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലോകത്തിലെവിടെയും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം എന്നുള്ള ഈ വെബിനാർ സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Warm welcome all of you. Today, Malayala Manorama and Vedhik Academy is going to organize a wonderful session on scholarships opportunities across the globe in top universities. Dear friends, I'm sure it will be a turning point in your life, because this program is specially designed by our Dean, Dr. Alexander Jacob, IPS, was a former DGP of Kerala and Academic Dean of Vedhik Academy. Dr. Babu Sebastian, former Vice Chancellor of MG University and Chancellor of Vedhik Academy. Dr. J. Alexander IAS, the President of Vedhik Academy and former Chief Secretary of Karnataka State. Dr. C.V. Ananda Bose, Patron of Vedhik Academy and former Chief Secretary and Advisor to the Prime Minister. Dr. Mohammad Bashir, former Vice Chancellor of Calicut University and Honorary Vice Chancellor of Vedhik Academy. Mr. Shankar Bidari, IPS, former DGP of Karnataka State and Vice President of Vedhik Academy. Dr. Murali Thumarangudi, Head of Disaster Management, United Nations. Yes, dear friends, this is a wonderful opportunity to grab these scholarships across the globe in different top universities. സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരായ നമ്മുടെ നാട്ടിലെ ലോകത്താകമാനമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമാണ്, അവരുടെ ജീവിതത്തിൽ വിജയം നേടുവാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണ്. പലപ്പോഴും സാമ്പത്തികമായോ സാംസ്കാരികമായോ സാമൂഹികമായോ ഉള്ള വ്യത്യസ്ത ചുറ്റുപാടുകൾ കാരണം ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടുവാൻ നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും കഴിയാതെ വരുന്നത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ അവരെ ഡിസേർവ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ, അതൊരു പക്ഷേ അവരുടെ അക്കാഡമിക് ബ്രൈറ്റ്നെസ് മാത്രമായിരിക്കില്ല അതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായി അത് അപ്ലൈ ചെയ്യാൻ പഠിക്കണം, കൃത്യമായി ഒരു അക്കാഡമിക് കൗൺസിലിന് മുമ്പിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പഠിക്കണം, കൃത്യസമയത്ത് തന്നെ അവരുടെ പ്രൊഫൈൽ സ്വയം ബിൽഡ് ചെയ്യുകയും സ്വയം പ്രസന്റ് ചെയ്യുകയും എല്ലാം ഒത്തിരി സ്കിൽ സെറ്റ്സുകൾ ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് സ്കോളർഷിപ്പ് അവൈൽ ചെയ്യുക എന്ന് പറയുന്നത്. So when you're looking for a scholarship in any international university, you need to have a lot of skill set than the knowledge what you have about that particular university, about the seats or about the branch. So the objective of this program is to equip you to grab this kind of opportunity and give you with that kind of skill sets. So this is a program actually designed by Vedhik Academy under the leadership of many eminent personalities. It's a 100 hours program. And obviously this all high-end experienced educationists will support you, guide you to grab this opportunity. So I'm so happy to express our sincere gratitude to Malayala Manorama
for this wonderful venture. Malayala Manorama സംബന്ധിച്ചിടത്തോളം എന്നും എക്കാലത്തും ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച ദിനപത്രം എന്ന നിലയിൽ നമ്മളുടെ പുതിയ തലമുറയെ ജീവിത വിജയത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിൽ എന്നും എപ്പോഴും കൈത്താങ്ങായി നിന്നിട്ടുള്ള ഒരു ദിനപത്രമാണ് മലയാള മനോരമ. ഈ അവസരത്തിൽ ഓൺ ബിഹാഫ് ഓഫ് ഗാദേഡ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും വേദിക IAS അക്കാഡമിയുടെ പേരിലും മലയാള മനോരമയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. So this is a session and this is a program maybe designed especially for the students who desire to join with top-notch universities across the globe. So this will help you, and there's a team of people are ready to support you and guide you to go forward this. So dear friends, today we have two eminent personalities going to give you the details about the program, the details of the guidance about the program. And we all know the Proud of Kerala, the Sahitya Academy award winner, columnist, a PhD holder from IIT, and a UN civil servant, Dr. Murali Thumaramudi, who is the head of Disaster Management, United Nations, is going to give you an awareness through his welcome speech for this guidance session. Next, the session will be handled by Dr. Alexander Jacob IPS, who's the Dean of Vedhik Academy. No need to talk about more. Mr. Alexander Jacob. Sir is always the proud privilege of Vedhik Academy. Vedhik Academy സംബന്ധിച്ചിടത്തോളം അലക്സാണ്ടർ ജേക്കബ് സാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഒരുപക്ഷെ ഒരു ലിവിങ് എൻസൈക്ലോപീഡിയ എന്ന് വിശേഷിപ്പിക്കാവുന്ന അലക്സാണ്ടർ ജേക്കബ് സാറാണ് ഇന്നത്തെ മേജർ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. എങ്ങനെ ലോകത്താകമാനം, പ്രത്യേകിച്ചും ഹൈസ്കൂൾ തലത്തില് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തില്, ഡിഗ്രി തലത്തിൽ ലോകത്താകമാനമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും സ്കോളർഷിപ്പോടുകൂടി എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് അലക്സാണ്ടർ ജേക്കബ് സാർ ഇന്നത്തെ സെഷൻ നയിക്കുന്നു. ഡോക്ടർ മുരളി തുമ്മാരൻകുടി സർ ഇന്ന് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത് ജനീവയിൽ നിന്നാണ്. അദ്ദേഹം UN ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഗൈഡൻസ് പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കേവലം പഠിക്കുവാനുള്ള ഫീസ് മാത്രമല്ല യൂണിവേഴ്സിറ്റികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുക. നിങ്ങളുടെ അക്കോമഡേഷൻ, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ ട്രാവലിംഗ്, ഒരുപക്ഷെ യുവർ പോക്കറ്റ് മണി, maybe your spouse accommodation, maybe an opportunity to work in different, the part of world. So even from 5 lakhs to 5 crore, 5 ലക്ഷം മുതൽ 5 കോടി രൂപ വരെയുള്ള സ്കോളർഷിപ്പുകൾ ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റികൾ വഴി ലഭ്യമാണ്. അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവെയിൽ ചെയ്യുന്നതിനുള്ള ഒരു ഗൈഡൻസ് പ്രോഗ്രാമാണ് ഇത്. ഇതിന് സന്മനസ്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ സന്മനസ് കാണിച്ച മലയാള മനോരമയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും, ഇന്ന് ഈ പ്രോഗ്രാമിൽ ഗാദർ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ടും, എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിക്കട്ടെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
once again welcome you all. God bless you for a wonderful opportunity. Thank you. Thank you, sir. I feel proud and extremely overwhelmed to be part of this esteemed academy where service to the society stands first. All the credit goes to our very beloved faculties who made the process of learning informative and gave their valuable time for this great service. On behalf of Vedhik Academy, I cordially welcome our Chief Faculty, Dr. Murali Tumargudi, to the session. Dr. Murali Tumargudi is the Chief of Disaster Risk Reduction in the United Nations Environment Program. He has been working immensely towards dealing with crisis responses in all major disasters and conflicts in this century. He has over 29 years of international experience in the field of environment and disaster management. Here, let me take you through a profile video of Dr. Murali Tumargudi. Dr. Murali Tumargudi, a native of Vengola in Ernakulam district of the Kerala state in India, started the journey in his career after he graduated from MA College of Engineering, Kodamangalam in Bachelor of Technology, Civil Engineering. The next milestone in his life was when he did his Masters of Technology, Environmental Engineering from Indian Institute of Technology, Kanpur, from where he also holds a PhD in Environmental Engineering. He is an alumnus of the International Leadership Academy, United Nations University, and also attended University of California, Berkeley for the BIS Environmental Leadership Program, which turned out to be another milestone in his life. Since its inception, the BIS Environmental Leadership Program has ensured that cutting-edge training in environmental resource science, policy, and leadership remains globally accessible. Since 2001, the BIS Environmental Leadership Program has trained 702 mid-career environmental professionals from over 113 countries, providing more than half with vital scholarships that enable them to attend it. Between 1995-2003, Dr. Tumargudi was a corporate advisor to Shell-operated oil companies in Brunei and Oman. He joined the UN Environment in 2003. Since then, Dr. Tumargudi has been involved in dealing with crisis responses in all major disasters and conflicts in this century. Dr. Murali Tumargudi is currently the Chief of Disaster Risk Reduction in UN Environment Program and Chief Faculty of Vedhik IAS Academy. Sir, it is an honorable moment for our academy to have your prestigious presence in today's event. We are all truly inspired by your deeds. I hereby request you to kindly commence the session with your words. പ്രിയപ്പെട്ട ബാബു സെബാസ്റ്റ്യൻ, ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ശ്രീ അലക്സാണ്ടർ IAS, മറ്റുള്ള വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥികളെ, മലയാള മനോരമയും വേദിക് അക്കാഡമിയും ചേർന്ന് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള പേരിൽ ഒരു ദ്വിദിന വെബിനാർ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഗേറ്റ് പരീക്ഷ എഴുതി ഒരു സ്കോളർഷിപ്പ് ലഭിച്ചതുകൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിന് പുറത്തേക്ക് പോകാൻ സാധിക്കുകയും അതിലൂടെ ലോകത്തെ മറ്റ് അവസരങ്ങളെപ്പറ്റി അറിയാൻ സാധിക്കുകയും അങ്ങനെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി അനവധി നല്ല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ വെബിനാറിന്റെ പ്രസക്തി എനിക്ക് ഏറെ മനസ്സിലാകും, ഏറെ വ്യക്തിപരവുമാണ്. ഇക്കാലത്ത് ഇന്റർനെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പക്ഷേ ലോകത്തെവിടെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല.
ഞാനൊരു ഉദാഹരണം പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ വീടിന് മുകളിലൂടെ ഒരു ഹൈ ടെൻഷൻ വയറിൽ വൈദ്യുതി പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ വീടിനകത്ത് വൈദ്യുതി ബൾബ് പ്രകാശിക്കണമെന്നില്ല. ആ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം, അതിനെ വെളിച്ചമാക്കി മാറ്റാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിലുണ്ടാകണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ വേണ്ടത്ര ഇല്ലാത്തത്. ഓരോ വർഷവും കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷം വിദ്യാർത്ഥികളാണ് സ്കൂളിൽ എത്തുന്നത്. നമ്മുടെ വിജയ ശതമാനമെല്ലാം കൂടിയതുകൊണ്ട് ഏതാണ്ട് 98% വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിന് അവകാശം നേടിയാണ്, അർഹത നേടിയാണ് +2 ശേഷം പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഡിഗ്രി പഠനത്തിനായി പോകുന്നു. ഇവരിൽ ഒരു 10% പോലും വേണ്ടത്ര ശരിയായ കൗൺസിലിംഗ് സർവീസ് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെപ്പറ്റി അറിയാനായി ഞാൻ കേരളത്തിൽ വാസ്തവത്തിൽ ഒരു സർവേ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്രമാത്രം പ്രൊഫഷണൽ ആയിട്ടുള്ള സർവീസ് ലഭ്യമാണ്, കേരളത്തിലെ ഏതൊക്കെ വിദ്യാലയങ്ങളിൽ ഇത്തരം സർവീസ് ലഭ്യമാണ്, സ്വതന്ത്രമായ സേവനങ്ങൾ എന്താണ്. വളരെ വിഷമിപ്പിക്കുന്ന ഒരു വിവരമാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ ഇന്ന് പ്രൊഫഷണൽ കരിയർ സർവീസ് എന്ന് പറഞ്ഞ് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന ഒരു അഡ്മിഷൻ ഏജന്റ് ആയിരിക്കും, അല്ലെങ്കിൽ IELTS, TOEFL ഒക്കെ പോലെ വിദേശത്തേക്ക് പോകാനുള്ള പരീക്ഷകൾക്ക് വേണ്ടി പരിശീലനം നടത്തുന്ന ഒരു സ്ഥാപനമായിരിക്കും. പക്ഷെ ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥമായ പൊട്ടൻഷ്യൽ അറിഞ്ഞ്, അവരുടെ സാമ്പത്തിക സാഹചര്യം അറിഞ്ഞ്, അവരുടെ അഭിരുചികൾ അറിഞ്ഞ് വിദേശത്തെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പറ്റി, ഇന്ത്യയിലെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പറ്റി ശരിയായ അറിവുണ്ടായി അത് വിദ്യാർത്ഥികൾക്ക് യോജിച്ച തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്നും കേരളത്തിൽ വേണ്ടത്രയില്ല. കേരളത്തിലെ മിടുക്കരായ എന്നാൽ മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ വേണ്ടത്ര ഗൈഡൻസ് ലഭിക്കാത്ത അനവധി കുട്ടികൾ ഉണ്ട്. കേരളത്തിന് പുറത്ത് വിദ്യാഭ്യാസം നടത്തണമെന്ന് ഞാൻ പറയുമ്പോൾ അവരിൽ പലരും, അവരുടെ മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പഠനമെല്ലാം നമ്മളുടെ നാട്ടിൽ തന്നെ സാധ്യമാണല്ലോ. ഒരു BA എക്കണോമിക്സ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാ കോളേജുകളിലും കാണും. അപ്പോൾ പിന്നെ എന്തിനാണ് സെയിന്റ് സ്റ്റീഫൻസിൽ പോയി, ഡൽഹിയിൽ പോയി, പൂനെയിൽ പോയി, മദ്രാസിൽ പോയി BA എക്കണോമിക്സ് പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ 170 എണ്ണമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് NIT-യിലോ IIT-യിലോ വിദേശത്തോ പോയി ഇതേ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത? സ്വാഭാവികമായി തോന്നുന്ന സംശയമാണ്. സത്യം പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലത്ത് എനിക്കും ഇതേ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്ത് IIT-യിൽ പഠിച്ചതിന് ശേഷമാണ് എന്ത് മാറ്റമാണ് IIT പോലുള്ള സ്ഥാപനം നമുക്കുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയത്. അത് പല അർത്ഥത്തിലാണ്. എഞ്ചിനീയറിംഗ്, കേരളത്തിനകത്തുള്ള എഞ്ചിനീയറിംഗും പുറത്തുള്ള എഞ്ചിനീയറിംഗും വിദേശത്തുള്ള എഞ്ചിനീയറിംഗും എല്ലാം ഒന്ന് തന്നെയാണ്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എവിടെയും ഒരു മാറ്റമില്ല. എക്കണോമിക്സ് പഠിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. പക്ഷേ മാറുന്നത് പലതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം, കേരളത്തിന് പുറത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പല നാടുകളിലുള്ള ആളുകളുമായിട്ട് ഒരുമിച്ചാണ് പഠിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന ഒരു കൾച്ചറൽ അവയർനെസ് ഉണ്ട്. അത് നമുക്ക് തരുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതാണ് പിൽക്കാലത്ത് നമ്മുടെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം. എത്രയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ പോകുന്നുവോ അത്രയും നല്ല നെറ്റ്വർക്ക് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇനിയുള്ള കാലത്ത് നമുക്ക് എന്തറിയാം എന്നുള്ളതിൽ കൂടുതൽ നമുക്ക് ആരെ അറിയാം എന്നുള്ളതായിരിക്കും
നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിന് പുറത്ത്, പറ്റിയാൽ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും നല്ല, ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് കറിക്കുലത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇപ്പോൾ പോലും ഒരു ഡിഗ്രിക്ക് ചേർന്നാൽ 40-50 കോഴ്സുകൾ പഠിക്കുമ്പോൾ അതിൽ 10% പോലും വിദ്യാർത്ഥിയുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള സാഹചര്യമില്ല. വിളമ്പി വച്ചിരിക്കുന്ന ഒരു മലയാളി സദ്യ പോലെയാണ് കേരളത്തിലെ ഡിഗ്രി പ്രോഗ്രാമുകൾ. പക്ഷെ ആധുനിക വിദ്യാഭ്യാസ സംവിധാനം ഇങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാവുന്ന ഒരു ബുഫേ സംവിധാനം പോലെയാണ്. ഈ കോവിഡ് കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ നടുവിലേക്ക് വിദ്യാർത്ഥി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓട്ടോണമസ് ലേണിംഗ് എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഭാവി. ഇതെല്ലാം കേരളത്തിലെത്താൻ ഇനിയും അനവധി നാളുകൾ എടുക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്കൊഴിച്ച് മറ്റ് ഉള്ളതിന് നാഷണൽ ആയിട്ടോ ഇന്റർനാഷണൽ ആയിട്ടോ ഒരു ബ്രാൻഡ് റെക്കഗ്നീഷൻ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നത് നമ്മുടെ കരിയർ സാധ്യതകൾ ഏറെ വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെയാണ് സ്കോളർഷിപ്പിന്റെ പ്രസക്തി. സ്വന്തമായി പണമുള്ള ആളുകൾക്ക്, സ്വന്തമായി സ്ഥലമോ മറ്റുള്ള കാര്യങ്ങളോ പണയം വെച്ച് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ അവസരമുള്ള ആളുകൾക്ക് ഇന്ത്യക്ക് അകത്തോ പുറത്തോ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അങ്ങനെ സാധ്യതയില്ലാത്ത പക്ഷേ കഴിവുള്ള അനവധി വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. ഞാൻ അത്തരത്തിലുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു. അവർക്ക് കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകണമെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ള ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? എങ്ങനെയാണ് ആ സ്കോളർഷിപ്പുകൾ നമുക്ക് ലഭ്യമാകുന്നത്? ഏതൊക്കെ പരീക്ഷകളാണ് അതിനുവേണ്ടി എഴുതേണ്ടത്? ഇന്ത്യക്ക് പുറത്തു പോകാനായി ഏതൊക്കെ സ്കോളർഷിപ്പുകളുണ്ട്? ഓരോ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ അപേക്ഷിക്കുമ്പോൾ സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്? സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേകം സ്കോളർഷിപ്പുകളുണ്ടോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ ഉത്തരം ഒരു പ്രത്യേക സ്ഥലത്ത് ക്രോഡീകരിച്ച് വച്ചിട്ടില്ല. ഒരു വെബ്സൈറ്റിലും ഇങ്ങനെയൊരു വിവരമില്ല. പക്ഷെ ആയിരക്കണക്കിന് വെബ്സൈറ്റുകളിൽ ഇത്തരം വിവരമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നാട്ടിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തും ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു വഴികാട്ടലാണ് ഈ വെബിനാർ. ഈ വെബിനാർ ഒരു തുടക്കം മാത്രമാണ്. ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് അകത്തുള്ള നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം അതിനുള്ള വഴി തേടുക, സ്കോളർഷിപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ആ സ്കോളർഷിപ്പുകൾ എത്തിപ്പിടിക്കുക. അങ്ങനെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധിയിൽ നിങ്ങൾക്ക് സാധ്യമായുള്ള ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കുക, ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അതിലൂടെ ഏറ്റവും നല്ലൊരു കരിയർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ വെബിനാർ നടത്താൻ മുൻകൈയെടുത്ത മനോരമയ്ക്കും വേദിക് അക്കാഡമിക്കും എന്റെ നന്ദി പറയുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ ആശംസകൾ. Thank you, sir. Let us now welcome our Honorable Dean, Dr. Alexander Jacob, IPS. Our Dean doesn't require an introduction as he is a well-recognized figure in our country. He is known for his wonderful administration and high achievements. He keeps working towards connecting young minds to strive towards success. We are so honored to have him amidst us for the evening. I am certain that all the parents here are also moved
and assuredly want their children to be like him. Here, I would like to take you all through a profile video of Dr. Alexander Jacob, sir. Dr. Alexander Jacob, IPS, Director General of Police, retired. Notable for 33 years of distinguished police service from 1982 to 2015. Spearheaded jail reforms in Kerala. First Director of Vanitha Commission in 1996. He holds a PhD in English Literature on Historical Novel of Indo-Anglian Literature, MA English, History, Political Science, Sociology. Sub-editor in Manorama newspaper. Probationary officer at Indian Overseas Bank. English lecturer at Mar Ivanus College, Thiruvananthapuram. Passed civil service examinations 1982. Joined Indian Police Service, Kerala Cadre. Principal Kerala Police Training College 1992-1995. Secretary, IMG guided more than 300 aspirants to civil services over the past 20 years. Is a recipient of Police Medal for Distinguished Service in 2011. Distinguished orator and writer presenter of Jnana Vajasugul at Shalom TV. Dean of Vedhik IAS Academy and member of Governing Board Vedhik Erudite Foundation. Without further ado, let me welcome our dear Alexander, sir, to address the gathering. Sir, please. Welcome to Vedhik IAS Academy, the largest online IAS academy in India, and the only IAS academy which got the Global E-Learning Excellence Award from the UNO. Vedhik IAS Academy was training a large number of trainees in the civil service examination. ഞങ്ങൾ ഈ പരീക്ഷയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് അവരെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്നത്. 7 ഘട്ടങ്ങളായിട്ടാണ്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കുട്ടിയുടെ കഴിവുകളെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടിയുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക, കുട്ടിക്ക് എസ്സേ എഴുതാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, പ്രസംഗിക്കാൻ പഠിപ്പിക്കുക, പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് വാങ്ങിക്കാനുള്ള ടെക്നിക്കുകൾ പഠിപ്പിക്കുക തുടങ്ങി ഒരു പരീക്ഷയ്ക്ക് ജയിച്ച് ജീവിതത്തിൽ ഉയരാനുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്ന ഒരു പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഘട്ടം അതിൻ്റെ 1ാം ഘട്ടമാണ്. 2ാം ഘട്ടത്തിൽ വരുമ്പോൾ കുട്ടിക്ക് ഒരു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയാണ്. ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു 3 മേഖലകളിലും വിജയം വരിക്കാനുള്ള കഴിവുകൾ ആ കുട്ടിക്ക് നൽകും. ആ കഴിവുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി ആ രംഗത്ത് വിജയിക്കാൻ ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ ആ കുട്ടി ലോകത്തെ ജയിച്ചടക്കും. ആൽബർട്ട് ഐൻസ്റ്റൈൻ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, പക്ഷെ അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനായിരുന്നു. കാരണം ദൈവം ഇങ്ങനെയാണ് കഴിവുകൾ നൽകുക. വേദിക് സിവിൽ സർവീസ് അക്കാഡമിയിൽ വന്ന എല്ലാ കുട്ടികൾക്കും സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കുട്ടികളുടെ കഴിവുകളെ പറ്റി ആ കാൻഡിഡേറ്റിനെയും മാതാപിതാക്കളെയും ധരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്കോളർഷിപ്പിന്റെ മേഖലയാണ്. കുട്ടിക്ക് സ്വന്തമായി സ്വന്തം കഴിവ് ഉപയോഗിച്ച് വരുമാനമുണ്ടാക്കി അതുകൊണ്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം. 4ാമത്തെ ഘട്ടം കുട്ടിയെ ഒരു മിനിമം ക്വാളിഫിക്കേഷനായ സിവിൽ സർവീസ് പരീക്ഷകൾ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രി എടുപ്പിക്കുക എന്നുള്ളതാണ്. 5ാം ഘട്ടത്തിൽ പരീക്ഷയിലേക്ക് 6 ഗ്രൂപ്പുകളിലായി 568 പരീക്ഷകളിലേക്ക് കുട്ടിയെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്. ഈ 3ാം ഘട്ടം എത്തിയപ്പോൾ ഇത് സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമായി റെസ്ട്രിക്റ്റ് ചെയ്യാതെ ലോകത്തുള്ള കുട്ടികൾക്ക് ഈ അറിവ് കൊടുക്കണം എന്ന ഒരു ചിന്തയുണ്ടായി. അവിടെയാണ് മലയാള മനോരമയെ പോലെ കേരളത്തിൽ ഇന്ത്യക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ഒരു മനോരമ പത്രം. ഞാൻ ആ പത്രത്തിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. 1994-ലും 95-ലും IAS 0, IPS 0, IFS 0 എന്നായിരുന്നു കേരളത്തിന്റെ സ്കോർ. ആ സമയത്താണ് ഭാഗ്യസ്മരണാർഹനായ മാത്തുക്കുട്ടിച്ചായൻ അന്ന് മലയാള ബാലസഖ്യത്തിന്റെ ഭാഗമായി സിവിൽ സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും
ആ ക്യാമ്പുകളിൽ പങ്കെടുത്ത നിരവധി കുട്ടികൾ പിന്നീട് സിവിൽ സർവീസുകളിൽ എത്തിച്ചേരുകയും ചെയ്തു. അന്ന് അതിന്റെ ഡയറക്ടറായിരുന്നു ഞാൻ. ഇപ്പോൾ മാത്തുക്കുട്ടിച്ചായന്റെ അടുത്ത തലമുറ ആ രംഗത്തേക്ക് വന്ന് വേദിക് സിവിൽ സർവീസ് അക്കാദമിയോടൊപ്പം ചേർന്ന ഈ വലിയ വെബിനാർ ഇവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ സ്കോളർഷിപ്പിനുള്ള ട്രെയിനിങ് വേദിക് സിവിൽ സർവീസ് അക്കാദമിയിൽ സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും ആ രംഗത്തേക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്തിനാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നമ്മൾ കുട്ടികൾക്ക് വാതിൽ തുറക്കുന്നത്? അത് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചില മാതാപിതാക്കൾക്ക് കുട്ടിയെ നല്ലൊരു സ്ഥാപനത്തിൽ വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടി സ്വന്തം കഴിവ് കൊണ്ട് സ്കോളർഷിപ്പ് നേടിയെടുത്ത് അതുകൊണ്ട് പഠിക്കുന്നു. അപ്പോൾ ആ സ്കോളർഷിപ്പ് കുട്ടിക്ക് തന്റെ മികവ് കൊണ്ട് നേടിയെടുത്ത് മാതാപിതാക്കൾക്ക് ഒരു ബാധ്യതയാകാതെ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, പല കുട്ടികൾക്കും വീടിനടുത്തുള്ള സ്ഥാപനം അത്ര മെച്ചമായ ഒരു സ്ഥാപനമായിരിക്കുകയില്ല. അങ്ങനെയുള്ളപ്പോൾ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു സ്ഥാപനത്തിൽ പോയി, ഇന്ത്യക്കകത്തോ വിദേശത്തോ ഉള്ള സ്ഥാപനങ്ങളിൽ പോയി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് കഴിയണം. ഈ സ്കോളർഷിപ്പിന്റെ പദ്ധതി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായി 4 വ്യക്തികളാണ് ഇന്നും നാളെയുമായി വരുന്നത്. UN സിവിൽ സർവീസിലെ പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ റിലീഫ് സർവീസിൽ അംഗമായ തുമ്മാരുകുട്ടി അദ്ദേഹം നിങ്ങളോടിപ്പോൾ സംസാരിച്ചു. ജനീവയിലിരുന്നാണ് അദ്ദേഹം സംസാരിച്ചത്. IAS ചീഫ് സെക്രട്ടറിയും പിന്നീട് കർണാടകത്തിലെ മന്ത്രിയുമായ ജെ അലക്സാണ്ടർ IAS ആണ് മറ്റൊരു പ്രൊഫഷനിലൂടെ വരുന്നത്. IPS എടുത്ത് DGP റിട്ടയർ ചെയ്ത ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. 2 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിരുന്ന ബാബു സവാസ് സാറാണ് മറ്റൊരു വ്യക്തി. അപ്പൊ ഈ 4 വ്യക്തികൾ ചേർന്ന് നിങ്ങൾക്ക് ഒരു വലിയ പ്രപഞ്ചം തുറന്നു തരികയാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പോയി വിദൂരത്തിലുള്ള പ്രസ്റ്റീജിയസ് ആയ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനും അതിലൂടെ ഉയർന്ന മേഖലകളിൽ എത്തിച്ചേരാനും കഴിയും. മൂന്നാമതായി, ഭൂരിപക്ഷം കുട്ടികൾക്കും എന്തൊക്കെയാണ് അവരുടെ മുമ്പിലുള്ള അവസരങ്ങളെന്ന് അറിയാൻ വയ്യ. കാരണം അവരുടെ മാതാപിതാക്കൾക്ക് അത്ര വലിയ അറിവുള്ളവരല്ല. അവർ പത്രത്തിലൊക്കെ വരുന്ന ചെറിയ വിവരങ്ങളും നെറ്റിനകത്ത് കയറിയുള്ള ചെറിയ വിവരങ്ങളും ഒക്കെ അവർക്ക് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനുള്ള പ്രൊസീജിയർ എന്താണ്, ഇതൊന്നും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മാതാപിതാക്കൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇനി ഒരു റൂറൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ അധ്യാപകർക്കും ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അപ്പോൾ ആ വിവരങ്ങൾ കുട്ടിയുടെ അടുത്ത് എത്തിച്ചാൽ മാത്രമേ കുട്ടിക്ക് ആ മത്സരത്തിൽ മത്സരിക്കാനും ആ സ്കോളർഷിപ്പ് നേടിയെടുക്കാനും പറ്റുകയുള്ളൂ. ഇന്ന് വേദിക് IAS അക്കാദമി മലയാള മനോരമയും ചേർന്ന ലോകത്തിൽ നിലവുള്ള വലിയ സ്കോളർഷിപ്പുകളുടെ ഒരു പ്രപഞ്ചം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 533 യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അത് 50,000 തൊട്ട് തുടങ്ങി 5 കോടി വരെയുള്ള ഒരു സ്കോളർഷിപ്പുകളാണ് അവിടെയുള്ളത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് 2.5 കോടിയുടേതാണ്. ഹാർവാർഡിലൊക്കെ പോകുമ്പോൾ അതിലും വലിയ തുകകളാണ് കിട്ടുക. അതുപോലെ 280ഓളം സ്കോളർഷിപ്പുകൾ മൾട്ടിനാഷണൽ കമ്പനീസ് നടത്തുന്ന, ഇന്ത്യയിൽ തന്നെ ടാറ്റയുടെ സ്കോളർഷിപ്പിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവർ നിരവധി സ്കോളർഷിപ്പുകളാണ് കൊടുക്കുന്നത്. ആഗാ ഖാൻ സ്കോളർഷിപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആഗാ ഖാൻ ഇങ്ങനെ നിരവധി സ്കോളർഷിപ്പുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ മൾട്ടിനാഷണൽ കമ്പനീസ്, വിദേശത്തുള്ള ഫോർഡ് ഫൗണ്ടേഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ബിൽ ഗേറ്റ്സിന്റെ ഫൗണ്ടേഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് നൽകുന്ന സ്കോളർഷിപ്പ് 280 എണ്ണമാണ്. ഗവൺമെന്റുകൾ നേരിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അത് 47 സ്കോളർഷിപ്പുകളാണ് ഗവൺമെന്റുകൾ നേരിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പ്. ഇനി സ്ത്രീ വിമോചനത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് മാത്രമായി കൊടുക്കുന്ന സ്കോളർഷിപ്പ് 6 എണ്ണമാണ്, വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെ. പിന്നെ മറ്റ് പല ഘട്ടങ്ങളിലായി പലരും കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. മിസലീനിയസ് നമ്മൾ സാറിന് പറയാറുണ്ട്. അതൊരു 25 സ്കോളർഷിപ്പ് ഉണ്ട്. എല്ലാം കൂടി
ഒരു 900 സ്കോളർഷിപ്സ് ആണ് ഇന്ന് ഒരു ആവറേജ് വിദ്യാർത്ഥിക്ക് എഴുതാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ. ആ സ്കോളർഷിപ്പുകളെ പറ്റി നമ്മൾ എടുക്കുമ്പോൾ ഒരു വർഷം ഒരു 30,000 കുട്ടികൾക്കെങ്കിലും സ്കോളർഷിപ്പ് നേടാനുള്ള അവസരം ഇന്ന് ലഭ്യമാണ്. ആ അവസരങ്ങളെ പറ്റി ഒരു സാധാരണ കുട്ടിക്ക് അറിയാൻ വയ്യ. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഉള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും, പക്ഷേ സാധാരണ ഒരു കുട്ടിക്ക് അറിയാൻ പറ്റിയല്ല. പക്ഷെ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ മത്സരിക്കാനും അങ്ങനെ വലിയ നിലകളിൽ എത്തിച്ചേരാൻ എൻ്റെ കുട്ടി കഴിയും. അത് കഴിയാത്തതുകൊണ്ട് അവർ മലയാളത്തിൽ പറയുന്ന പോലെ കാട്ടിൽ വിരിഞ്ഞ പൂക്കളാണ്, വനകുസുമങ്ങളാണ്. അവരുടെ സൗന്ദര്യമോ അവരുടെ സുഗന്ധമോ കാട്ടിലെ വണ്ടുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ കുട്ടി ജീവിതത്തിൽ ഉയരാതെ വനകുസുമങ്ങളായി നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി വലിയ നിലകളിലെത്തും. നിങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. നെപ്പോളിയൻ ബോണപ്പാർട്ട് കോഴ്സിക്ക എന്ന ദ്വീപിൽ ജനിച്ച ഒരാളായിരുന്നു. നെപ്പോളിയൻ വയറിൽ കിടക്കുന്ന 6 മാസം വയറ്റിലുള്ളപ്പോഴാണ് ഫ്രഞ്ചുകാർ കോഴ്സിക്ക പിടിച്ചടക്കുന്നത്. ആ കോഴ്സിക്കെതിരെ പാവോളിയുടെ നേതൃത്വത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടായി. വിപ്ലവം ഫ്രഞ്ചുകാർ അടിച്ചമർത്തി. അന്ന് നെപ്പോളിയന്റെ അച്ഛനും അമ്മയും ആ വിപ്ലവത്തിൽ പങ്കെടുത്തവരാണ്. അവസാനം ഫ്രഞ്ച് സൈന്യം വിപ്ലവകാരികളെ ഓടിച്ചു. കാട്ടിലോട്ട് ഓടിച്ച് ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിലെത്തിയപ്പോൾ നെപ്പോളിയന്റെ അപ്പനും അമ്മയും ഇടത്തോട്ട് പോയി, ഫ്രഞ്ച് സൈന്യം വലത്തോട്ട് പോയി. തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടു. 3 മാസം കഴിഞ്ഞ കുട്ടിയെ പ്രസവിച്ചപ്പോൾ അമ്മ പേരിട്ടു നെപ്പോളിയോൺ, ഫ്രഞ്ചുകാരോട് പ്രതികാരം ചെയ്യുന്നവൻ. കോഴ്സിക്ക ഫ്രഞ്ചുകാരുടെ ഭാഗമായതുകൊണ്ട് മാത്രം നെപ്പോളിയന് ഫ്രഞ്ച് പോലീസ് മിലിറ്ററി അക്കാദമി പഠിക്കാൻ പറ്റി. അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിൽ ചേരാൻ പറ്റി. സർവ്വസൈന്യാധിപനായി, ഫ്രാൻസിന്റെ ചക്രവർത്തിയായി. കോഴ്സിക്ക സ്വതന്ത്ര ദ്വീപായി തുറന്നിരുന്നുവെങ്കിൽ നെപ്പോളിയൻ ആരാകുമായിരുന്നു? ഒന്നും ആവില്ല. ചെറിയ ഒരു കോഴ്സിക്കയില് എന്തെങ്കിലുമൊക്കെ സ്ഥാനം വഹിച്ച് അവർ പോയി നഷ്ടപ്പെട്ടു പോയിനായിരുന്നു. ജപ്പാന്റെ ചരിത്രം തിരിച്ചുവിട്ട ഹിഡയോഷി ഇയോസു അതൊരു കാട്ടുജാതിക്കാരനായിരുന്നു. രാജാവിന് കുരങ്ങിന്റെ ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം വനത്തിൽ വന്നു. പല കുരങ്ങനും അമ്പയച്ചു. ഒരു കുരങ്ങനും അമ്പയേറ്റില്ല. തള്ളുന്ന രാജാവ് ഒരു പാറപ്പുറത്തിരിക്കുമ്പോൾ കാട്ടുജാതിക്കാർ കാണാമോ? ഈ ഹിഡയോഷി ചെറുപ്പത്തിലെ ഒരു വിരൂപനായിരുന്നു. ജനം കളിയാക്കി വിളിച്ചിരുന്നു കുരങ്ങ എന്ന് വിളിച്ചിരുന്നു. രാജാവ് ഇങ്ങനെ തലമുക്ക് നോക്കിയിട്ട് ഹിഡയോഷിയോട് നീഞ്ഞു വേണമെന്ന് പറഞ്ഞു. ഞാനൊരു ജീവനുള്ള കുരങ്ങനെ പിടിക്കാൻ വന്ന, കുരങ്ങനെ കിട്ടിയില്ല. നിന്നെ കണ്ടിട്ടൊരു കുരങ്ങനെ പോലെ ഉണ്ട്, വരാൻ പറഞ്ഞു. ആ പയ്യനെ കൊണ്ടുപോയി. അവൻ പട്ടാള ക്യാമ്പിൽ കിടന്ന് കളിച്ചു വളർന്നു. അവൻ പട്ടാളക്കാരനായി, സർവ്വസൈന്യാധിപനായി, പ്രധാനമന്ത്രിയായി. ഞാൻ 2 ഉദാഹരണം പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ, അവസരം കിട്ടിയിരുന്നുവെങ്കിൽ, സ്കോളർഷിപ്പ് കിട്ടിയിരുന്നുവെങ്കിൽ ലോകം ജയിച്ചടക്കുന്ന മഹാന്മാരാകേണ്ട ഒരുപാട് പേർ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വനകുസുമങ്ങളായി അവസാനിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് വേദിക് IAS അക്കാദമിയും മലയാള മനോരമയും കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ ഗവേഷണം നടത്തി 20,000-30,000-ഓളം സ്കോളർഷിപ്പുകൾ, 900-ഓളം ടൈപ്പ് ഓഫ് സ്കോളർഷിപ്സിന്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ആ വിവരങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടുമാകുമായിരുന്നില്ലാത്ത അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങി കിട്ടുന്നു. അതിലൂടെ നിങ്ങൾ വലിയ നിലകളിൽ എത്തിച്ചേർന്നു. 4മതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പിതാവ് ഉൾപ്പെടെ നിരവധി പേർ സ്കോളർഷിപ്പ് കിട്ടിയതുകൊണ്ട് മാത്രം ലോകത്തിൽ വലിയ ആളുകളായതാണ്. മഹാത്മാഗാന്ധിക്ക് സ്കോളർഷിപ്പ് കിട്ടി. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ബാറക്ടോയ്ക്ക് പഠിച്ചു. വക്കീൽ രംഗത്ത് അദ്ദേഹം വലിയ ശോഭിച്ചില്ല. പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലെത്തി. അദ്ദേഹം രാഷ്ട്രപിതാവായി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സമർത്ഥനായ കുട്ടിയായിരുന്നു. പക്ഷേ ഹാരോ സ്കൂളിൽ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടി. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായ 1ാമത്തെ പ്രധാനമന്ത്രിയായി മാറി. നമ്മുടെ പ്രഗത്ഭരായ പല ദേശീയ നേതാക്കന്മാരും ഇങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി ആ രംഗത്തെത്തിയിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്ന ആളാണ് BR അംബേദ്കർ. മഹർ ജാതിയിൽപ്പെട്ട പട്ടാള ഗ്രൂപ്പിലെ ഒരു സുബേദാർ റാങ്കിലുള്ള ഒരാളിന്റെ മകനാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു. പക്ഷേ സ്കൂളിലെ ബെഞ്ചിൽ പോലും ഇരുത്താതെ തറയിൽ ഇരുത്തുകയായിരുന്നു ആ കുട്ടിയെ, ജാതി കാരണം. ആ കുട്ടിയുടെ സാമർഥ്യം കണ്ടിട്ട് ബറോഡ രാജാവ് ആ കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുത്തു. അംബേദ്കർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചു. ആ ബുദ്ധിശക്തി ഉപയോഗിച്ച് നാം കണ്ട മഹാനായ അംബേദ്കറായി
നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറായി മാറി. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണനെ പറ്റി മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലർക്കായി അവസാനിക്കേണ്ട ഒരാൾ അദ്ദേഹത്തിന് ടാറ്റ സ്കോളർഷിപ്പ് കൊടുത്തു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി ഹരോൾഡ് ലാസ്കിയുടെ ശിഷ്യനായി. തിരിച്ചു വന്ന് IFS നേടി ഇന്ത്യയുടെ രാഷ്ട്രപതി വരെ എത്തിച്ചേർന്നു. അപ്പൊ ഇതുപോലെ ഈ സ്കോളർഷിപ്പുകൾ മനുഷ്യന്റെ അവസരങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. നമുക്ക് നോബൽ സമ്മാനം കിട്ടി മഹൽ വ്യക്തികളായ പലരുടെയും പേരുകൾ നമ്മൾ ഓർത്തിരിക്കുന്നു. ഇവരൊക്കെ നോബൽ സമ്മാനം കിട്ടുന്ന ശാസ്ത്രജ്ഞന്മാരായത് എങ്ങനെയാണ്? സ്കോളർഷിപ്പ് കൊണ്ടാണ്. ഹർഗോവിന്ദ് ഖൊറാന ഡൽഹിയിൽ ഒരു ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് കിട്ടി അമേരിക്ക പോയി പഠിക്കാൻ. അതെ, അമേരിക്കയിൽ പോയി പഠിച്ച് ജെനറ്റിക്സിൽ അത്ഭുതം കാണിച്ച് നോബൽ സമ്മാനവും കൊണ്ട് ഇന്ത്യക്ക് പ്രശസ്തി ഉണ്ടാക്കി. മഹാനായ ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ അമ്മാവൻ CV രാമൻ ആയതുകൊണ്ടല്ല അദ്ദേഹം ഈ രീതിയിൽ എത്തിയത്. അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയിൽ പോയി അസ്ട്രോണമിയിൽ പഠിച്ച് അദ്ദേഹം നോബൽ സമ്മാനാർഹനായി തിരിച്ചു വന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് എക്കണോമിക്സ് നോബൽ സമ്മാനം കിട്ടി ബാനർജി. അദ്ദേഹം ബംഗാളിലെ സ്കൂളിലും കോളേജിലും പഠിച്ചുകൊണ്ടിരുന്നിരുന്നുവെങ്കിൽ നാം കാണുന്ന നോബൽ സമ്മാനം ജേതാവാകുമോ? ഇല്ല. അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി പഠിക്കാൻ അവസരം കിട്ടി. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നോബൽ സമ്മാനം നേടി തിരിച്ചു വരുന്ന വ്യക്തിയായി മാറി. ECG സുദർശൻ നോബൽ സമ്മാനം കിട്ടിയില്ല. അപ്പോൾ ടാക്യോൺസ് എന്ന കണ്ടുപിടുത്തത്തിലൂടെ വാനശാസ്ത്രത്തിന്റെ ഗതി മാറ്റി ഒഴുക്കി. അദ്ദേഹത്തിനൊരു സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ പോയതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ എത്തിച്ചേർന്നത്. ഞാൻ ഈ 5-8 പേരുടെ ഉദാഹരണം പറഞ്ഞത് എന്നെ കേൾക്കുന്ന ഏത് കുട്ടിക്കും വേദിക് IAS അക്കാഡമിയോടും മലയാള മനോരമയോടും ചേർന്ന് നിന്നാൽ ഇതുപോലൊരു സ്കോളർഷിപ്പ് നേടി വിദേശത്ത് പോയി നാം ഈ ആരാധനയോട് കാണുന്ന ഈ മഹൽ വ്യക്തികളുണ്ടല്ലോ, അവരെ പോലെ നിങ്ങൾക്കും ആയിത്തീരാൻ പറ്റും. അത് ഈശ്വരൻ ഒരുക്കി തന്ന ഒരു വലിയ അവസരം എന്ന് നിങ്ങൾ കരുതുക. 5-മതായിട്ട് നമുക്കൊരു പ്രസ്റ്റീജായ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ കഴിയുമ്പോഴാണ് ആ രീതിയിലുള്ള ഉയർച്ച നമുക്കുണ്ടാവുന്നത്. എനിക്ക് മുമ്പ് ഇവിടെ നിങ്ങൾ അഡ്രസ് ചെയ്ത തുമ്മാരുകുട്ടി അദ്ദേഹത്തിന് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റി, വിദേശത്ത് പോയി പഠിക്കാൻ പറ്റി, സ്കോളർഷിപ്പ് കിട്ടി. അതിലൂടെ നാം കാണുന്ന UN സിവിൽ സർവീസിലെ ഡിസാസ്റ്റർ റിലീഫിന്റെ ചീഫായ നിലയിൽ വരെ അദ്ദേഹം എത്തിച്ചേർന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വഴി തുറക്കാനുള്ള ഒരു അത്ഭുതമാണ് ഇന്ന് ഈ സെമിനാറിലൂടെ നിങ്ങൾക്ക് തുറന്നു തരുന്നത്. ഈ വലിയ അവസരം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഇനി ഒരു സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾ വരുമ്പോൾ വേദിക് IAS അക്കാഡമിയിൽ സിവിൽ സർവീസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് നേടാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഇവിടെ സിവിൽ സർവീസിന് പഠിക്കാത്ത കുട്ടികൾക്കും രാജ്യത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും വിദേശത്തിരുന്നാലും നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിലേക്കുള്ള കർമ്മ പദ്ധതി ഒരുക്കി തരുകയാണ്. ഇതാദ്യമായി നിങ്ങൾ 2 തരത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, സ്പെഷ്യലൈസ്ഡ് സ്കോളർഷിപ്സ്. എല്ലാ സ്കോളർഷിപ്പും എല്ലാവർക്കും ഉള്ളതല്ല. സ്ത്രീകൾക്ക് മാത്രമുള്ള സ്കോളർഷിപ്പുകളുണ്ട്, പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കെയില്ല. സ്പോർട്സ്മാൻമാർക്ക് മാത്രമുള്ള സ്കോളർഷിപ്പ് ഉണ്ട്, സ്പോർട്സ്മാൻമാരല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒളിമ്പിയാഡ് സ്കോളർഷിപ്പ് ഒന്നും ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല. SC ST വിഭാഗപ്പെട്ടവർക്ക് മാത്രമുള്ള സ്കോളർഷിപ്പ് ഉണ്ട്, ബാക്കിയുള്ള നോൺ റിസർവ്ഡ് കമ്മ്യൂണിറ്റീസിന് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല. മൈനോറിറ്റീസിന് മാത്രമുള്ള സ്കോളർഷിപ്സ് ഉണ്ട്. ഇന്ത്യയിലെ മൈനോറിറ്റീസ്, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, ഇങ്ങനെ മൈനോറിറ്റീസിന് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പൊ കാറ്റഗറി വൈസ് ഇത് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ഏത് സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ആണ്, ഏത് സെക്ഷൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ സെക്ഷന്റെ മത്സരത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ റിസർവേഷൻ ഉണ്ട്. ആ കാറ്റഗറി മാത്രമേ അവിടെ മത്സരിക്കുന്നുള്ളൂ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ പറ്റും. ഇനി ബിലോ പോവർട്ടി ലൈനുള്ള കുട്ടികൾക്കായി സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഉണ്ട്. 2 ലക്ഷം രൂപ വരെ വരുമാനമുള്ള കുട്ടികൾക്കായി സ്കോളർഷിപ്പ് ഉണ്ട്. 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള കുട്ടികൾക്കായി സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് വരുമാനം കുറഞ്ഞ ആളുകൾക്കായി സ്കോളർഷിപ്പുകൾ നൽകപ്പെട്ടിരിക്കുന്നു. ഈ സ്കോളർഷിപ്പ് ഏത് കാറ്റഗറിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഇനി സ്കോളർഷിപ്പുകൾ തന്നെ പല വിധത്തിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാൻ പോവുക, പഠിച്ചിട്ട് തിരിച്ചു വരിക. അത് ഒരു ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പാണ്. ഇനി 2ാമത്തെ തരം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്
നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്കോളർഷിപ്പാണ്. വളരെ സമർത്ഥനായ ഒരു കുട്ടിയാണെങ്കിൽ, ഉദാഹരണത്തിന് കേരളത്തിലെ ISROയുടെ എഞ്ചിനീയറിങ്ങിന് നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ISROയിൽ തന്നെ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ മേലറ്റം വരെ എത്തിച്ചേരാൻ പറ്റും. പ്യുവർ സയൻസിന്റെ സ്കോളർഷിപ്പുകളുണ്ട്. അത് നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങൾക്ക് ആ പ്യുവർ സയൻസ് സ്കോളർഷിപ്പോട് കൂടി ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ പോയി പഠിച്ച് നിങ്ങൾക്ക് ആ പ്യുവർ സയന്റിസ്റ്റായി മാറാൻ ആ സ്കോളർഷിപ്പ് സഹായിക്കും. ഇനി മറ്റൊരു തരം സ്കോളർഷിപ്പ് സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ട് തിരിച്ചു വരാൻ ആ സ്കോളർഷിപ്പ് എന്ന ഏജൻസി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ആ രാജ്യത്തേക്ക് അവിടുത്തെ പൗരനായി അങ്ങ് സ്വീകരിക്കുക. ഇന്ത്യക്കാരനെന്ന് അഭിമാനിക്കുന്ന ഞാൻ, നിങ്ങളാരും ഇന്ത്യക്കാരല്ലാതാവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ബ്രെയിൻ ഡ്രെയിൻ അങ്ങോട്ട് പോകുന്നതിന് പകരം ബ്രെയിൻ ഡ്രെയിൻ തിരിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലേക്ക് വരണം എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നല്ലൊരു പങ്ക് കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് നേടി പഠിച്ച ശേഷം ആ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ സിറ്റിസൻസായി ഇരിക്കാൻ പറ്റും. അവിടെയാണ് ചില രാജ്യങ്ങൾ ജനസംഖ്യ കുറവാണ്, ഇഷ്ടംപോലെ സ്ഥലം. കാനഡ 95 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്, ഇന്ത്യയുടെ 3 ഇരട്ടിയാണ് സ്ഥലം. പക്ഷെ ആകെ 3 കോടി ജനങ്ങളേ ഉള്ളൂ. കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കുറവാണ്. അപ്പൊ അവർക്ക് ആ രാജ്യം എക്കണോമിക്കൽ ആക്കണമെങ്കിൽ അവർക്ക് മിനിമം 2 കോടി ആളുകളെങ്കിലും വേണമെന്നാണ് അവർ ഡെമോഗ്രാഫിക്കലി കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടേക്ക് വൻ തോതിലുള്ള കുടിയേറ്റം നടക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പൊ കാനഡയിൽ പഠിക്കാൻ പോയാല് സ്റ്റഡി ആൻഡ് ദെൻ മൈഗ്രേറ്റ്, നിങ്ങളെ അവിടെ കാനഡയുടെ സിറ്റിസൻസ് ആക്കും. നിങ്ങൾക്ക് അവിടെ താമസിച്ച് അവിടുത്തെ സിറ്റിസനായി ജീവിച്ച് മരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നീല നിറത്തിലുള്ള പാസ്പോർട്ട് മാറി കാനഡയുടെ കളറുള്ള പാസ്പോർട്ടാവും. അടുത്ത പ്ലെയിനെ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ കല്യാണത്തിന് ഇവിടുത്തെ മാമോദിസയ്ക്ക് എല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാം, ഒരു കുഴപ്പമില്ല. പാസ്പോർട്ടിന്റെ കളർ മാറുമെന്നുള്ളൂ. ഓസ്ട്രേലിയ 76 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്, ഇന്ത്യയുടെ 2.5 ഇരട്ടിയാണ്. പക്ഷെ ജനസംഖ്യയോ 3 കോടിക്ക് താഴെയുള്ളൂ. അവർക്കൊരു 1.5 കോടി ജനങ്ങളെ വേണം. എവിടുന്ന് കൊണ്ടുവരും? ഓസ്ട്രേലിയയും ഇന്ത്യക്കാരെ പ്രിഫർ ചെയ്യുന്നു. കാരണം എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കും. ബ്രിട്ടീഷ് കോമൺവെൽത്തിന്റെ ഭാഗമായ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഒരു കോമൺ കൾച്ചറിൽ ഒരു 150 വർഷം ഉണ്ടായിരുന്ന രാജ്യമായതിനാൽ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിലുള്ള മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ കാറ്റഗറിയിൽ പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് നേടിയെടുത്താൽ നിങ്ങൾക്ക് സ്റ്റഡി വിത്ത് സ്കോളർഷിപ്പ് ആൻഡ് മൈഗ്രേറ്റ്, യു ക്യാൻ മൈഗ്രേറ്റ് ടു ദാറ്റ് കൺട്രി. അത് മറ്റൊരു തരത്തിലുള്ള സ്കോളർഷിപ്പാണ്. അത് മൈഗ്രേഷൻ ഓൾസോ ഈസ് പാർട്ട് ഓഫ് ദ സ്കോളർഷിപ്പ്. ഇനി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തെ സ്കോളർഷിപ്പ് എടുക്കണം എന്ന് തീരുമാനിക്കണം. കാറ്റഗറി ഓഫ് സ്കോളർഷിപ്പ് ഫിക്സ് ചെയ്യുമ്പോൾ ഇപ്പൊ ചൈനയിലോട്ട് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്, 5-8 സ്കോളർഷിപ്പ് ഉണ്ട്. പക്ഷെ ചൈനയിൽ പോയി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യൂറോപ്പിലെ സ്കോളർഷിപ്പുകൾ വളരെ കോസ്റ്റ്ലിയാണ് അവിടുത്തെ ജീവിതം. അതുകൊണ്ട് സ്കോളർഷിപ്പ് കൊണ്ട് മാത്രം സർവ് ചെയ്യാൻ പറ്റിയല്ല, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുറച്ച് വരുമാനം ഉണ്ടാക്കിയെങ്കിലേ ഈ പഠനം പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റഡി, വർക്ക് ആൻഡ് ദെൻ കണ്ടിന്യൂ വിത്ത് ദ കോഴ്സ്, അതാണ് അവിടുത്തെ പരിപാടി. അപ്പൊ അങ്ങനെയുള്ളതിന് പോകാൻ തയ്യാറുണ്ടോ? ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവിടെ വർക്ക് ചെയ്യാൻ തയ്യാറുണ്ട്. മറ്റേ രാജ്യങ്ങള് അഗ്രികൾച്ചറായിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഉദാഹരണത്തിന് ബ്രസീല് 95 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഇന്ത്യയുടെ 3 ഇരട്ടിയാണ്. പക്ഷേ ജനസംഖ്യ എല്ലാം കൂടെ ഒരു 16 കോടിയുള്ളൂ. അവർക്ക് ഒരു 4-5 കോടിയും കൂടെ വേണം അവർക്ക് ജനസംഖ്യ ആ രാജ്യത്ത് ഒന്ന് പ്രോഫിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ. പക്ഷെ അവരൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പറ്റൂ. അപ്പൊ ഇങ്ങനെ നിയമമുള്ള രാജ്യങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി മറ്റു രാജ്യങ്ങൾ കോമൺവെൽത്ത് സ്കീമിന്റെ ഭാഗമായിട്ടുള്ള സ്കോളർഷിപ്പുകളാണ്. 68 രാജ്യങ്ങളായിരുന്നു ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിലെ കോമൺവെൽത്ത് സ്കീം, അതിന് നിങ്ങൾ പോയാൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 68 രാജ്യങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന രാജ്യങ്ങളാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജ് കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ പോയാലോ നിങ്ങൾക്ക് ആ ഭാഷയിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. റഷ്യയിൽ പോയാൽ നിങ്ങൾ റഷ്യൻ ഭാഷ 1 കൊല്ലം കൊണ്ട് പഠിച്ച് റഷ്യൻ ഭാഷയിൽ അവിടെ പഠിക്കണം.
ജർമ്മൻ സ്കോളർഷിപ്പ് നേടി ജർമ്മനി പോയാൽ നിങ്ങൾ ഒരു കൊല്ലം കൊണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മൻ ഭാഷ വേണം ആ കോഴ്സ് അണ്ടർഗോ ചെയ്യാൻ. അപ്പോൾ ഒരു കൊല്ലം നിങ്ങൾ ആ ഭാഷ പഠിക്കാൻ ചെലവഴിച്ചെങ്കിലേ അവിടെ പഠിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ഭാഷകൾ പഠിക്കണം. ഫ്രാൻസിൽ പോയാൽ ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. പക്ഷെ ഫ്രാൻസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഫ്രഞ്ചുകാരനാണെങ്കിൽ പോലും അവൻ ഫ്രഞ്ചിൽ സംസാരിക്കുള്ളൂ. കറങ്ങിപ്പോകും. പിന്നെ കരഞ്ഞു വിളിച്ച് അവന്റെ കാലെ പിടിക്കണം. മേനെ സറാന കൊമ്പ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഫ്രഞ്ചിലങ്ങ് പറഞ്ഞാൽ കുറച്ച് ഫ്രഞ്ചുകാർക്കെങ്കിലും ഒരു ദയ വരും. അല്ലാത്തവൻ മേനെ സറാന കൊമ്പ പറഞ്ഞാൽ അവൻ അനങ്ങയില്ല. പക്ഷെ ഈ ഭാഷ പഠിച്ചിട്ട് ആ ശാസ്ത്രം പഠിക്കാൻ പോകണമെങ്കിൽ ഒരു കൊല്ലം എക്സ്ട്രാ നിങ്ങൾക്ക് ചിലവാകും. അപ്പൊ അങ്ങനെയുള്ള കോഴ്സിന് പോകണം. ഇത് നിങ്ങൾ തീരുമാനിക്കണം. തീരുമാനിച്ചിട്ട് വേണം ഏത് രാജ്യത്തെ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കും. അപ്പൊ ഈ സ്കോളർഷിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടാൻ എളുപ്പമുള്ള സ്കോളർഷിപ്പ് ഏതാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്കോളർഷിപ്പ് ഏതാണ്, അത് നിങ്ങൾ കണ്ടെത്തണം. ഉദാഹരണത്തിന് ഇന്ത്യക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്ത സ്കോളർഷിപ്പുകളുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ 5 സീറ്റ് ഇന്ത്യക്കാർക്ക് മാറ്റി വെച്ചിരിക്കുന്നു. 3 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോ നിങ്ങൾ അപ്ലൈ ചെയ്താൽ അഡ്മിഷൻ ഉറപ്പാണ്. കാരണം ഇന്ത്യക്കാർക്കുള്ള കോട്ടായിലുള്ള 5 എണ്ണം, ആ 5 എണ്ണത്തിനകത്ത് വേക്കൻസി നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. മൈനോറിറ്റീസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്കോളർഷിപ്പ് 22 സീറ്റ് ഉണ്ട്. 20 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. മൈനോറിറ്റിപ്പെട്ട നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കിട്ടും. കാര്യം കോട്ട ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ആളിനെ അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അഡ്മിഷൻ ഉറപ്പാണ്. അപ്പൊ കിട്ടാൻ എളുപ്പമുള്ള സ്കോളർഷിപ്പ് ഏതാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്കോളർഷിപ്പ് ഏതാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ പഠിച്ച സ്കൂളിലെയോ കോളേജിലെയോ മാർക്ക് ലിസ്റ്റ് വെച്ച് മെറിറ്റ് ഫിക്സ് ചെയ്യുന്ന സ്കോളർഷിപ്പ്, അതൊരു കാറ്റഗറി. രണ്ടാമതൊരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ വെക്കും. ആ റിട്ടേൺ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഒക്കെ ചെയ്യുന്ന റിട്ടേൺ എക്സാമിനേഷൻ വെക്കും. ആ റിട്ടേൺ എക്സാമിനേഷനിലെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കൊണ്ടുവരുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ബോഗസ് ആണോ എന്ന് സംശയമുള്ള യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്കൊരു ടെസ്റ്റ് വെക്കും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലൂടെ നിങ്ങൾക്കൊരു പരീക്ഷ വെക്കും. ആ പരീക്ഷയുടെ മാർക്ക് മനസ്സിലാക്കി നിങ്ങൾ മെറിറ്റോറിയസ് ആണെന്ന് കണ്ടാൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്. അവര് നിങ്ങളുടെ ഇന്റർവ്യൂ നടത്തും. റിട്ടേൺ ടെസ്റ്റ് ഇല്ല. അപ്പൊ ടെലിഫോണിക് ഇന്റർവ്യൂ, ആ ടെലിഫോണിക് ഇന്റർവ്യൂ നടത്തും. പിന്നെ അവിടെ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇന്റർവ്യൂ നടത്തും. ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ പെർഫോം ചെയ്താൽ, ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ഓഫ് അഡ്മിഷൻ, എങ്ങനെയാണ് സ്കോളർഷിപ്പിനുള്ള പ്രൊസീജിയർ ഓഫ് അഡ്മിഷൻ എങ്ങനെയാണ്, ഇത് വളരെ കൃത്യമായി പഠിക്കണം. അപ്പൊ നിങ്ങളുടെ എൻട്രി എങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി പോകാനായിട്ട് പറ്റുന്നതാണ്. ഇനി സ്കോളർഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഘട്ടം ഘട്ടമായ സ്കോളർഷിപ്പ് നേടാനായിട്ട് ശ്രമിക്കണം. ഉദാഹരണത്തിന് ആദ്യത്തെ ലെവൽ ഓഫ് സ്കോളർഷിപ്പ് വരുന്നത് 8ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ് മുതൽ സ്കോളർഷിപ്പ് തുടങ്ങും, 2nd സ്റ്റാൻഡേർഡ് മുതൽ. അപ്പൊ ഇന്റർനാഷണൽ സ്കൂൾസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലുള്ള സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾ ഭൂരിപക്ഷം, a large number of the students who hear me may be studying in village schools. In village schools, you may not have that much of language capacity and knowledge to compete in a scholarship. So usually in Kerala, we prefer to start a scholarship from the 8th standard. 2ാം ക്ലാസ് തൊട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലും 5 എണ്ണം ഉണ്ടെങ്കിലും അതെല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ 8ാം ക്ലാസ് തൊട്ടുള്ള സ്കോളർഷിപ്പ് തൊട്ട് വളരെ സീരിയസ് ആയി നിങ്ങൾ കണ്ടസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് 8ാം ക്ലാസ് തൊട്ട് സ്കോളർഷിപ്പ് ഓപ്പൺ ആവും. ആ ഓപ്പൺ ആവുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ ഒരു 5000 രൂപ മാസം കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് നേടിയെടുത്തു, അല്ലെങ്കിൽ 2000 രൂപ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് നേടിയെടുത്തു. അത് വീട്ടിലൊരു അഡീഷണൽ ഇൻകമായി. പിന്നെ നമ്മുടേതായ സ്കോളർഷിപ്പിൽ നമ്മൾ പഠിക്കുന്നു, അതൊരു വലിയ ആഡഡ് അഡ്വാൻറ്റേജാണ്. And wherever you go, it is an added qualification. Even when you go to the civil service interview or personality test, if you have studied in your school or college with a scholarship, that matters in an interview. At least 3 times I went to the civil service interview board as a member.
When a candidate is going to step into the interview room, we discuss the candidate's qualities. I have always noticed the chairman say, oh, this boy, this girl has got merit scholarship from standard 8. It's a big credit. Getting a scholarship while you are in the UP school, upper primary school, is a great qualification. If you get a scholarship from standard 2 onwards, it's advantageous. So, and after you get your 8th standard scholarship, the next level of scholarship comes at the 10th standard, when you are age 15. In the 10th standard, there are a series of scholarships. Merit scholarships are there. There is talent scholarships are there. So you can compete for those scholarships and get a scholarship of 5,000 rupees per month or 2 lakh rupees in a year. That kind of scholarships are there. Again, getting a scholarship at the 10th standard is a real advantage. Now, many of you may be planning to get into the UN Civil Service. In India, there is no coaching for UN Civil Services. Vedhik Academy is planning to give a coaching in the UN Civil Services. Now, our dear MB from Trivandrum, Shashi Tharoor, he was a UN Civil Servant. Matthew Joseph sir was a UN Civil Servant. Mr. Tumarugudi, who spoke to you before me, is a UN Civil Servant. You get a starting of about 5 lakh rupees per month, and you may end up at around 1 crore rupees per month by the end of your service. But even in the UN Civil Services, they take your academic background, and from 15th year onwards, from ages 15 onwards, if you get a scholarship, that matters in the UN Civil Service interview. So the money is not the material, the big part of it. The fact that you got a scholarship by merit and you possess a certificate for that matters. In any international interview, it matters. Then you come to the +2 level. And at the +2 level, you get a scholarship of about 8,000 rupees per month. And when a scholarship is between 50,000 to around 2 lakh, 3 lakh level. So try to get a scholarship at the +2 level. Now, if you get a scholarship in the 8th standard, 10th standard, and the 12th standard, then wherever you go for a competitive examination, your scholarship certificate matters a lot. You get a preference over other candidates who may have performed in the examination, but you have got scholarship certificate from standard 8 onwards. So Vedhik Civil Service Academy and Malayala Manorama will give you an exposure to what are the scholarships which are starting from standard 2, what are the scholarships you get at the 8th standard, at 10th standard, and what are the possibilities opening up for you in the 12th standard. So all the persons who hear me shall plan, if you are at the school level, to get one of these scholarships when you are in the school itself. But the moment you complete +2, you go to the very serious level of your studies. That is your graduation. In India, we call it graduation. In Europe and America, they call it undergraduation. Now, if you take the graduate scholarships, there are a large gamut of them. Around 15,000 of admissions per year is there. Now, in the Vedhik Civil Service Academy, we are classifying the scholarships according to the month in which you have to apply. So in January of a year, how many scholarships you have to apply? Examinations may be 3 months later, 4 months later. But which are the scholarships you have to apply in January, February, March? Like that, monthly we will divide. So 1 month before the particular month, we will caution you. Look, anyone who want to compete for this scholarship, get ready. And then we will supervise you. You can bring your information, then we will prepare that application, send it to you, back to you, and then route your application to that particular agency.
Some scholarship agencies want to directly contact them. So you have to send it directly. Somebody else want an authority. So you can route it through the Vedhik Civil Service Academy. So like that, we have to send the application the right time, or else 1 year is lost. So right time, and then get ready for the examination. So what are the syllabus, how to go about it, what are the books to read, and how is the question papers of this examination, how to, we will give you a model answer sheet, how to answer a question. So this way, we will guide you towards the scholarship examination. And then when you get that scholarship, it is a very happy moment for us. We will call you to this place and give you the special appreciation for that. Now, when you go for the scholarships, you have to go step by step. What are the scholarships available in Kerala? You go to that list, so that some people may have problems of going abroad. Your parents are in old age, or the house requires your presence because of some reasons. So you cannot aspire to go to a foreign country. So you may prefer to attempt for that examination and get the scholarship from home. Now, there are certain scholarships available for distance education. You can prepare for your degree at home, but you will get a scholarship for preparing for that. So which are the scholarships available for such a distance education? For example, Arabic studies. There are certain universities which prepare you for a BA in Arabic. You can remain at home and write the examination, but you will get a scholarship for that. I'm giving an example. There are such scholarships. So what are the scholarships available in Kerala? Make a list of it and mark down which are the scholarships you want to aim at. So we will coach you for those. A second set of scholarship will come, all India scholarships. So central government have ordered a few scholarships, Olympiad scholarships, or the UGC scholarships, or the central government have minority scheme, women's scheme, SC/ST scheme, like that. Scholarships are available. So category wise, you can apply for the central government, union government level scholarships. Then you raise your antenna. Your horizon is now the whole world. Now in the whole world, there are certain universities which are very, very prestigious. Whenever you hear the word university, you immediately say Oxford, Cambridge. World's great first universities are all in India. Nalanda, Tashashila, Vikrashala, Udandapuri, Jagadaddala, all these universities are from India. The Arabs copied us and started the Baghdad University, Cairo University, Cordoba University. In the third wave, universities came up in Europe, like the Sorbonne University of France, Milan University of Italy, like that. Along with that came the universities, Oxford, Cambridge, etc. But because British Empire ruled the world for about 150 years, there is a great prestige for a degree you get from Oxford or Cambridge. And the amount is very, very high. In Oxford and Cambridge universities, an average scholarship runs to crores, 2 crore, 2.5 crore, like that. Now, if you get a degree from there with a scholarship, rest of your life, wherever you go, you will be regarded as a top educated personality. You got a master's from Oxford, everybody accepts you. You get a degree from Cambridge, you get a universal acceptance that he has got his degree from a very well-renowned university. If you go to universities in America, then again, certain universities have great respect. For example, Harvard.
If you get an admission in Harvard, you cannot study there without scholarship because an ordinary parent cannot afford to send a child to Harvard. You have to spend about 50 lakhs rupees minimum. But if you get a scholarship, you can study in Harvard and get a degree. If you get an admission in Harvard University, it is admission for 2 generations. One of your children also will get automatic admission in Harvard. So you are getting an admission not only for you, but for your child also. This is a specialty. We call them 2 generation universities. You get 1 admission and study there for 2 generations. So wherever you go, the moment your biodata is read, degree from Harvard, they immediately bow before you. A degree from Massachusetts University, they recognize you. So this kind of universities are there. Chicago University, like that, there are universities. So prestigious university. If you go to Australia, James Cook University, you must have heard about the famous navigator, James Cook. There is a university named after him in the Queensland province, in a place called Townsville. It's very prestigious. If you go and get a degree from James Cook University, it is accepted as a great, renowned thing. So there are such universities. So try to get into one of such universities with a scholarship. You get a degree, renown, and great respect. This is what matters. But when you go for this degree, you will wonder at the variety available. In India, basic chemistry, that's all. But in international university, there are 100 types of chemistries available. Analytical chemistry, physical chemistry, molecular chemistries, the microorganism chemistry, like that. There's a wide variety of subjects. If you're in India, you can get a degree in astronomy. But in America, there are 140 types of astronomies you can study. Economics, wonderful branch. Earth science, hundreds of scholarships are available. Hundreds of types of degrees are available. So when you try for such a university, first thing you have to take on is you have to study a prospect study. How much is the employment possibility of that degree? Which are the professions which have maximum employment possibility? International studies show there are 3-4 areas where employment possibilities are very high. The highest number of possibilities for food technology. All the 750 crore people have to eat, you know. So food technology is a wonderful science. How to cook a fish curry? There are 500 types of fish curries. So how to cook it? It's a big science. So if you go to Europe or America, one of the highest salaries offered for Oriental cook. Oriental cook means a fellow who can cook food according to the way Indians, Chinese, and the Japanese people like. The Oriental cook. In India, but Oriental cook is respectable. Europe and America, that person is highly respected. Cook. Employment is sure. Second one is called fashion technology. See, 750 crore people are there on the earth. Everyone have to dress 365 days in 365 ways. There are some women who dress 3 types of dresses during the same course of the day. Dress changing 3 times of the day. Some film stars, etc. So fashion technology is a wonderful science. Job is assured. But in India, people already go, "Avale a fashion kariyanu." Pashe logathinu situation anganeyalla. This alternative energy, the highest number of jobs are available for alternative energy, solar energy, wind energy, wave energy, like that. So job prospect is for which degree? There is an international rating. According to the rating, you have to choose your degree. So how to choose it? This is something which we will give you that prospects. Then you will understand highest possibilities for which degree. So you have to select some such a degree with the scholarship.
So that after studying that particular thing, you will get a must employment or job. You will get a profession in that area. So choosing that. So choosing the university, choosing the course, and then choosing the type of environment you want to study. From some students from Kerala went to a course in Russia. But after 4 months, the students called back and said, impossible. Because temperature reaches minus 40 degree, minus 50 degree. The student cannot survive. Because in Kerala, we have only 2 climates, hot and very hot. So after living in a society 28 degrees centigrade to 34 degrees centigrade, going into minus 40 degrees centigrade is horrible. You cannot study there. If you select to go for a course in Sudan or in Sahara Desert, very difficult to survive in that thing. So whether you are climatically adjustable in that country or that particular university, you have to make a study. Then only you have to choose. After getting a scholarship, you go there, and if you don't study it, you get a penalization. ഉഴപ്പി തല്ലി തിരിച്ചു വരാൻ ശ്രമിച്ചാലേ അവന്മാർ വിടുകയല്ല, പിടികൂടും. അപ്പം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ആ തണുപ്പ് പറ്റുമോ, ഈ ചൂട് പറ്റുമോ, ഇന്ത്യയുമായി ഏകദേശം പറ്റിയ ക്ലൈമറ്റ് ആണോ, ഇത് പഠിച്ചിട്ടേ പോകാവൂ. അപ്പൊ ഇവിടെ ഒരു സെലക്ഷൻ ആവശ്യമുണ്ട്. ഒരു ജനറൽ നോളജിന്റെ പാർട്ട് ഉണ്ടെങ്കിലേ അത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പഠിക്കാൻ പോകുമ്പോൾ എന്തെല്ലാം അലവൻസ് കിട്ടും. ചില സ്കോളർഷിപ്പിന് ഹോസ്റ്റൽ അലവൻസ് ഇല്ല, അപ്പൊ ഹോസ്റ്റൽ അലവൻസ് നമ്മൾ ചെലവഴിക്കണം. ചില സ്കോളർഷിപ്പിന് ഫുഡ് അലവൻസ് ഇല്ല, അപ്പൊ ഫുഡ് നമ്മൾ ചെലവാക്കണം, അക്കോമഡേഷൻ ഫ്രീ ആണ്. ചില സ്കോളർഷിപ്പിനോടൊപ്പം ലൈബ്രറീസ് ഇത് കിട്ടും, അക്കോമഡേഷൻ കിട്ടും, ഫുഡ് കിട്ടും. ഇങ്ങനെ ഏതെല്ലാം ഐറ്റമാണ് സ്കോളർഷിപ്പ് കിട്ടുക. ചിലതിന് ട്യൂഷൻ ഫീസ് മാത്രമേ സ്കോളർഷിപ്പ് ഉള്ളൂ, മറ്റ് എക്സ്പെൻസസ് നമ്മൾ ചെലവഴിക്കണം. അപ്പൊ ആകെ ചെലവ് എത്ര ആവും, അതിൽ സ്കോളർഷിപ്പ് എത്ര കിട്ടും, നമ്മുടെ ഇന്ന് എത്ര ചെലവാക്കണം, ഇത് കൃത്യമായ ഒരു അനാലിസിസ് നടത്തിയാലേ സ്കോളർഷിപ്പ് തിരഞ്ഞെടുക്കാവും. അല്ല ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടി ഇറങ്ങി പുറപ്പെട്ട കളയായിരുന്നു, വലിയ അപകടമായി പോകും. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ BSc കെമിസ്ട്രിക്ക് പഠിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഫോർഡ് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് കിട്ടി. 90% തുക ഫോർഡ് തരും, 10% നമ്മൾ ചെലവഴിക്കണം. നമ്മൾ ചെലവഴിക്കേണ്ട 10% വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മുതലാവില്ല, ഞാൻ ആ സ്കോളർഷിപ്പ് പോയില്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പാർട്ട് പേയ്മെന്റ് ഉള്ളെങ്കിൽ സ്കോളർഷിപ്പ് എത്ര തരും, നമ്മൾ എത്ര എടുക്കണം, ഇതിനെപ്പറ്റി കൃത്യമായ ഒരു അനാലിസിസ് ഉണ്ടായിരിക്കും, എന്നിട്ട് എടുക്കാം. കഴിവതും മുഴുവൻ ഫണ്ട് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ആണെങ്കിൽ വളരെ സഹായകരമായ സംഭവമാണ്. ഇനി ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലൊക്കെ സ്കോളർഷിപ്പിന്റെ ഭാഗമായി നമ്മൾ ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ പോകുന്നതും തിരിച്ചു വരുന്ന പ്ലെയിൻ ടിക്കറ്റ് വരെ അതിനകത്ത് ഇൻക്ലൂഡാണ്. പക്ഷെ ചിലതിന് നമ്മൾ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് തുടങ്ങും. അപ്പൊ ഇവിടുന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുന്ന വരെയുള്ള എക്സ്പെൻസസ് നമ്മൾ എടുക്കണം. അപ്പൊ ഇവിടെയും നമ്മൾ ആ നോളജ് കറക്റ്റ് ആയിട്ട് എടുക്കണം. അപ്പൊ വേദിക് IAS അക്കാഡമി വഴി നിങ്ങളൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്കോളർഷിപ്പിനെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരം ഞങ്ങള് ഒരു 60 ദിവസത്തെ റിസർച്ച് കൊണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു ഒരു ഒരു സ്കോളർഷിപ്പ് സെർച്ച് ചെയ്ത് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് തരും. ഈ സ്കോളർഷിപ്പിന്റെ പ്രത്യേകത എന്താണ്, അതെന്ത് ടെമ്പറേച്ചറുള്ള രാജ്യത്താണ്, എത്രയൊക്കെ പാർട്ട് അവർ ഫണ്ട് ചെയ്യും, എത്രയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ട തുക എത്ര വരും, ഫുൾ സ്കോളർഷിപ്പ് ആണെങ്കിൽ അതെവിടെയാണ്, അതിന്റെ പരീക്ഷ എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസ് ഞങ്ങൾ ലബോറിയസ് പ്രോസസ്സിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു കുട്ടിയിരുന്ന് തന്നെത്താണ് ഈ മുഴുവൻ വിവരം ശേഖരിക്കാൻ പറ്റിയല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ശേഖരിക്കാൻ പറ്റിയല്ല, നിങ്ങളുടെ ടീച്ചേഴ്സിന് ശേഖരിക്കാൻ പറ്റിയല്ല. കാരണം ഒരു സൈറ്റിൽ കുറച്ച് വിവരം കിട്ടും, വേറൊരു സൈറ്റിൽ വേറെ കുറച്ച് വിവരം കിട്ടും. അപ്പൊ ഇന്റർനെറ്റിൽ കയറിയും നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടും വളരെയേറെ ഗവേഷണം നടത്തിയിട്ടാണ് വേദിക് IAS അക്കാഡമി ഈ വിവരങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ആ ഗവേഷണത്തിലൂടെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ മലയാള മനോരമ ഇന്ന് നിങ്ങൾക്കായി ഈ വെബിനാറിലൂടെ തുറന്നു തരികയാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ ഈ വിധമായ ഡീറ്റെയിൽസ് നമ്മൾ തരുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള സ്കോളർഷിപ്പിന് മത്സരിക്കാം. ഇപ്പൊ 900 സ്കോളർഷിപ്പ് ഉള്ളതിൽ ഈ 30,000-ഓളം പേർക്ക് പോകാവുന്ന സ്കോളർഷിപ്പ് ഉള്ളതിൽ
ഏതിന് മത്സരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വേദിക് IAS അക്കാഡമിയുടെ സഹായത്തോടുകൂടി അതിന്റെ ആപ്ലിക്കേഷൻ തയ്യാറാക്കി നിങ്ങൾ അയച്ച് അതിന്റെ ടെസ്റ്റ് അണ്ടർഗോ ചെയ്ത് ആ ടെസ്റ്റിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ആ സ്കോളർഷിപ്പിന് ക്വസ്റ്റ്യൻ വരിക, ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങളെ ആ സ്കോളർഷിപ്പിനായി മത്സരിക്കാൻ. അങ്ങനെ നിങ്ങൾ മത്സരിച്ച് ആയിരക്കണക്കിന്, അതായത് 30,000-ഓളം പേർക്ക് സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് ഞങ്ങളുടെ ഉള്ളത്. ഒരു 900 ഇൻഡിവിജ്വൽ സ്കോളർഷിപ്സ് ഉണ്ട്. ആ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഈ വലിയ പ്രയത്ന ഫലമായി നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് നേടി ജീവിതത്തിന്റെ ഔന്നത്യത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു. ഇന്ന് 3.5 കോടി ആളുകളാണ് ഇന്ത്യക്കാർ വിദേശത്തുള്ളത്, NRIs എന്ന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിൽ മാത്രം 54 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. 54 ലക്ഷം. ജനുവരി 1, 2021 കണക്കാണ് ഞാൻ പറയുന്നത്. അമേരിക്കയിലെ മൈനോറിറ്റീസിൽ ഏറ്റവും വലുത് യഹൂദന്മാരായിരുന്നു, 50 ലക്ഷം. മുസ്ലിങ്ങൾ അവരെ 2 കൊല്ലത്തിന് ഓവർടേക്ക് ചെയ്തു, 52 ലക്ഷം. പക്ഷെ ഇന്ത്യക്കാരെ ഒരു മൈനോറിറ്റി ആയിട്ട് കൂട്ടുകയാണെങ്കിൽ അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മൈനോറിറ്റി ഇന്ത്യക്കാരാണ്, 54 lakhs. അതില് സിറ്റിസൺഷിപ്പ് കിട്ടിയവർ തന്നെ 25 ലക്ഷത്തിന് മേളിലാണ്. അവിടെയാണ് ഒരു ഇന്ത്യക്കാരിയുടെ കൊച്ചുമോള് വൈസ് പ്രസിഡന്റായിട്ട് മത്സരിച്ചപ്പോൾ വോട്ട് ചെയ്യാൻ കുറേയേറെ ഇന്ത്യക്കാരുണ്ടായിരുന്നു. 68% ഇന്ത്യക്കാര് വൈസ് പ്രസിഡന്റ് വോട്ട് ചെയ്തു. ഷീ കുഡ് വിൻ ദ എലക്ഷൻ പ്രൈമറി ബിക്കോസ് ഓഫ് ഇന്ത്യൻ സപ്പോർട്ട്. ഇന്ന് ഫിജി ഇന്ത്യൻസിന് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. മൊറീഷ്യസ് ഇന്ത്യൻസിന് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അങ്ങനെ 8ഓളം രാജ്യങ്ങളിൽ ഇന്ത്യക്കാര് ഭൂരിപക്ഷമുണ്ട് ലോകത്തില്. ആ മൈഗ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 58 ലക്ഷം പേര് കേരളത്തിന് പുറത്താണ്. 58 ലക്ഷം പേര്. അതിൽ 7 ലക്ഷത്തോളം പേര് അക്കമ്പനി ഹസ്ബൻഡ്സ് പോയതാണ്. ബാക്കി ഒരു 48 ലക്ഷം പുരുഷന്മാരാണ്. അപ്പൊ നിങ്ങൾ വിദേശ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ UN സിവിൽ സർവീസിന് ലിസ്റ്റ് എടുക്കുമ്പോൾ ജനിച്ച സ്ഥലമല്ല എടുക്കുന്നത്, എവിടെയാണോ നിങ്ങൾ താമസിച്ച് വർക്ക് ചെയ്യുന്ന ആ രാജ്യത്തിന്റെ കോട്ടായിലാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളിപ്പോ സൗദി അറേബ്യയിലോ കുവൈറ്റിലോ ഒക്കെ ആണെങ്കിൽ ആ രാജ്യത്തിന്റെ കോട്ടായി നിങ്ങൾക്ക് മത്സരിക്കാം. നിങ്ങൾ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് UN സിവിൽ സർവീസിലുള്ള കോട്ട ഉണ്ടല്ലോ, ആ കോട്ടയ്ക്കെതിരെ നിങ്ങൾക്ക് മത്സരിക്കാം. അപ്പൊ ഈ സ്കോളർഷിപ്പ് കിട്ടി വിദേശ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. അവിടുത്തെ ചാൻസസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. പിന്നെ നിങ്ങൾ അവിടെ പോയി പഠിച്ച് നിങ്ങൾക്ക് മക്കൾ ജനിക്കുമ്പോൾ അതിനുകൊണ്ടൊരു ഗുണം. അമേരിക്കയിൽ പോയി പഠിക്കുന്ന സമയത്താണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ, കുട്ടി അമേരിക്കയിൽ ജനിച്ചാൽ അമേരിക്ക ഭൂഖണ്ഡത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക ജനിക്കുന്നവരുള്ള അമേരിക്കൻ സിറ്റിസൻസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി അമേരിക്കക്കാരനായി ജനിച്ച് അമേരിക്കക്കാരനായി വളർന്നു അമേരിക്കൻ പൗരത്വം എടുത്ത് അവിടെ ജീവിക്കും. അപ്പൊ സ്കോളർഷിപ്പ് നേടി വിദേശത്ത് പോയി പഠിച്ചാൽ നിങ്ങളുടെ അനന്തര തലമുറയ്ക്ക് വലിയ ശോഭനമായ ഭാവി ഉണ്ടാക്കാനും ഉപകരിക്കപ്പെടും. അത് അതിന്റെ മറ്റൊരു ഭാഗം ആണ്. ഇനി വളരെ ശ്രദ്ധേയമായിട്ട് ഈ സ്കോളർഷിപ്സ് കിട്ടി പഠിക്കുമ്പോൾ അതിന് സബ്സിക്വന്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതായത് നിങ്ങൾ ഗ്രാജുവേഷന് ഒരു സ്കോളർഷിപ്പ് എടുത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ അവിടെ തന്നെ ഉപരിപഠനത്തിന് പോയാൽ രണ്ടാമതൊരു പരീക്ഷ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഈ കണ്ടിന്യൂയിങ് സ്കോളർഷിപ്പ് ഉള്ള പ്രോഗ്രാം ഏതൊക്കെയാണ് അത് കണ്ടുപിടിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷന് പോയി പഠിച്ച ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ തുടർന്ന് അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും, സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ ദൂരെ പോയി വിദേശ യൂണിവേഴ്സിറ്റികളിലും വിദേശ രാജ്യങ്ങളിലും ലോകം മുഴുവൻ പഠിച്ച് ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ലോകമേ തറവാട് എന്ന് നമ്മുടെ പൂർവികർ നമ്മുടെ ഉപനിഷത്തുകളിൽ എഴുതി വെച്ചു. ഇന്ന് ലോകമേ തറവാടെന്ന് പറയുന്നത് സ്കോളർഷിപ്പ് നേടി പഠിക്കാൻ പോകുന്നവർക്കാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം ലോകമേ തറവാടെന്ന തത്വത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആ വലിയ സാഗരം, സ്കോളർഷിപ്പിന്റെ സാഗരം സിവിൽ സർവീസിന് വേദിക് IAS അക്കാഡമിയിൽ പഠിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയതാണെങ്കിലും ഇന്ന് മലയാള മനോരമയുടെ സഹായത്തോടുകൂടി ലോകമെങ്ങുമുള്ള ആളുകൾക്ക് മത്സരിക്കാവുന്നു. ഇറ്റ് ഹാസ് ബിക്കം an international experience now. Vedhik IAS Academy and Malayala Manorama put together is giving an exposure to the whole world. Anybody can get this help and study with a scholarship without being a liability to your parents.
And in that process, study in prestigious universities, get into very high positions, and ultimately be a blessing, not only to your family, but to your country and everywhere. ലോകത്തിന് വെളിച്ചമായി തീരാനുള്ള വലിയ അവസരമായി അത് ഭവിക്കുകയാണ്. മലയാളികൾക്ക് ഈ കഴിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. ലോകത്ത് എവിടെ പോയാലും അഡ്ജസ്റ്റ് ചെയ്യാനും ഉയരാനുമുള്ള കഴിവാണ്. ഇവിടുന്ന് ഒരു മലയാളി പോയി എത്യോപ്യയിൽ പോയി, പോൾ വർഗീസ് അച്ഛൻ, അദ്ദേഹം പിന്നീട് ബിഷപ്പായി, പൗലോസ് മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹം അവിടെ ചെന്ന് എത്യോപ്യയിലെ അംഹാരിക് ഭാഷയ്ക്ക് ഡിക്ഷണറി എഴുതി ആ സാഹിത്യത്തെ പരിപോഷിപ്പിച്ചു. മറ്റൊരു മലയാളി ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ പോയി, ഓസ്ട്രേലിയയിലെ മൗറികളെ പറ്റി പഠിച്ച് PhD എടുത്തു. അവസാനം മൗറികളെ പറ്റി ആധികാരികമായ ഗ്രന്ഥം മലയാളിയുടേതാണ്. ഇവിടുന്ന് മറ്റൊരു മലയാളി പഞ്ചാബിൽ പോയി, പഞ്ചാബിൽ ചെന്ന് റാണ രഞ്ജിത് സിംഗിന്റെ മന്ത്രിസഭയിൽ അംഗമായി. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട് പഞ്ചാബിനെ അമ്പരപ്പിച്ചു മറ്റൊരു മലയാളി. കേരളത്തിൽ നിന്ന് മറ്റൊരു മലയാളി VP നായർ ഇവിടുന്ന് പോയി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ യോജിപ്പിച്ച് ഒന്നാക്കിയെടുത്ത മൗണ്ട് ബാറ്റൺ പ്രഭുവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും ഉൾപ്പെട്ട ആ ടീമിനെ സഹായിച്ചത് VP നായരാണ്. അദ്ദേഹം അവിടെ ചെന്ന് ഇന്ത്യ എന്നൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സഹായിച്ചു. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് പോയി അത്ഭുതം കാട്ടിയിട്ടുള്ളവരാണ് മലയാളികൾ. കേരളത്തിലെ ഒരു കാലടിയിൽ നിന്ന് ശങ്കരാചാര്യർ പുറപ്പെട്ട് അദ്ദേഹം ഹയർ എഡ്യൂക്കേഷന് പോയത് നർമ്മദയുടെ തീരത്താണ്. ഗോവിന്ദ ഫാദറുടെ ശിഷ്യനായി അവസാനം തന്റെ അദ്വൈത ഫിലോസഫിയിലൂടെ ലോകം പിടിച്ചടക്കിയ മഹാനായ ഫിലോസഫറായി മാറി ശങ്കരാചാര്യർ. അങ്ങനെ കേരളത്തിൽ ജനിച്ച് ലോകത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരുപാട് പേരുണ്ട്. ഇന്ന് കേരളത്തിൽ ജനിച്ച് സ്കൂളിലും കോളേജിലൊക്കെ എത്തി നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വ പൗരന്മാരായി ലോകത്തിലെ വലിയ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച് അത്ഭുതം സൃഷ്ടിക്കാൻ ഇതാ വേദിക് IAS അക്കാഡമിയും മലയാള മനോരമയും കൂടി ഒരു അത്ഭുത ലോകം ഒരുക്കിയിരിക്കുന്നു. നിങ്ങളേവരും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ച് ജീവിതത്തിലെ ഉയരങ്ങൾ നേടിയെടുക്കാനും ലോകത്തിന് അത്ഭുതകരമായ സംഭാവനകൾ ചെയ്യുവാനും കഴിഞ്ഞിരിക്കണം. മലയാളികൾക്ക് ആർക്കും ഇതൊരു നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. ഇന്ത്യക്കാർ 10 പേർ കിട്ടിയെങ്കിലും അതിൽ 4 പേര് ബംഗാളികളും 2 പേര് തമിഴ്നാട്ടുകാരും ഒക്കെയാണ്, ആന്ധ്രാക്കാരൊക്കെയാണ്. ഒരുപക്ഷെ ഈ സ്കോളർഷിപ്പിലൂടെ ലോകത്തിലെ നല്ല യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിച്ച് നിങ്ങളിൽ ഒരാളായിരിക്കും ഒരുപക്ഷെ നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ മലയാളിയായി വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ വലിയ ഔന്നത്യത്തിലേക്ക് എത്താൻ വേദിക് IAS അക്കാഡമി ഒരുക്കിയ ഈ വലിയ പന്ഥാവിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വലിയ 2 ദിവസത്തെ വെബിനാറിലൂടെ അതിൽ നേടുന്ന അറിവിലൂടെ ഈ പന്ഥാവിലേക്ക് വന്ന് ലോകത്തിലെ വിജയം വരിച്ച വ്യക്തികളുടെ ലിസ്റ്റിലേക്ക് എത്താൻ എന്നെ കേട്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഈശ്വരൻ വിജയം തരട്ടെ. Thank you so much, sir. International and National Scholarship Guidance Program. The date starts on 1st December 2021 under the leadership of Dr. Alexander Jacob IPS and Dr. Babu Sebastian. For more details, please contact on the information given on the screen. Together with that, I also welcome all of you for the session we will be conducting tomorrow at the same time. Now, I would like to end the session by thanking our panelists, Dr. Murali Tumaragudi, Dr. Alexander Jacob IPS, and Sri James Mattam, who honored this function with their inspirational thoughts. I thank the technical team headed by Mr. Harikrishnan for the support. Special thanks to Mrs. Binny Thomas, Mr. Srijit Anthony, Mrs. Chinju for the timely cooperation. Special thanks to Mrs. Sweeta and Mr. Sibi and the whole Vedic family for the wholehearted support. I would like to thank all our participants for making this function a grand success. We are the Vedic family, always glad to help you to achieve your dreams of studying in the most prestigious universities and institutes
with an amazing scholarship. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. Also visit our website www.vedhikisacademy.org and write to us at academics@vedhikisacademy.org. Being able to be part of our family, this academy is a pure bliss. We will not only train you for securing a bright career, but also give you an opportunity to interact with renowned personalities who would impart a sense of compassion and guidance. Come join us. Our team will stay in touch with you for further communication. Once again, I thank one and all present here. Good night and thank you.